ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് 2 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാം. 2 Corinthians chapter 4 verse 7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. പരിശുദ്ധ പിതാവേ, അപ്പച്ചൻ്റെ മഹത്വമേറിയ സാന്നിധ്യത്തിനായിട്ട് നന്ദി. ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ശനിയാഴ്ച അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിലേക്ക് കടന്നു വന്ന് പുണ്യനാഥൻ്റെ പാദപീഠത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കി നന്ദി പറയുക. ഇന്നത്തെ രാത്രികാലം അങ്ങയുടെ ജനമാന്ന് ഞങ്ങളെ കൂട്ടി വരുത്തിയതിനായി നന്ദി. അങ്ങേ ഭയപ്പെടേണ്ടും വണ്ണം ഭയപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവേ. അങ്ങേക്ക് തരേണ്ടവണ്ണം തരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവേ. അങ്ങേക്ക് തരേണ്ട മഹത്വം പലപ്പോഴും ഞങ്ങൾ സ്വയം എടുത്ത് ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന പലതിൻ്റെയും പിന്നാലെ ഓടി അനുദിനം ഞങ്ങൾ സ്വാർത്ഥതയിൽ ജീവിച്ച് കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ദൈവഭയം ഞങ്ങളുടെ ജീവിതത്തിൽ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് കേൾപ്പിച്ച ശ്രേഷ്ഠമേറിയ ഈ ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ശക്തനായ ഞങ്ങളുടെ ദാസൻ, അഭിഷക്തനായവൻ, ഏറ്റവും കൂടുതൽ അങ്ങയുടെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവൻ, താൻ വെറുമൊരു മൺപാത്രമാണെന്ന് ദൈവവചനത്തിൽ ഏറ്റുപറയുമ്പോൾ അപ്പാ, ഞങ്ങളുടേതായ അസ്ഥിരത, ഞങ്ങളുടേതായിട്ടുള്ള ഫ്രെച്ചൈൽനെസ്, ഞങ്ങളുടെ ഫ്രെയിലിറ്റി തിരിച്ചറിയുവാൻ ഇന്നത്തെ രാത്രി ഈ വചനം പോലെ ഞങ്ങൾക്കിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് നിയന്ത്രണം ഏറ്റെടുക്കണമേ. അടിയനോടുകൂടി അങ്ങ് നിൽക്കണമേ. അങ്ങയുടെ വാക്കുകൾ എൻ്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ ജനത്തിൻ്റെ ഹൃദയം തിരുസന്നിധിയിൽ കുനിയുവാൻ, അവരുടെ ഹൃദയത്തിൽ നിന്ന് നിലവിളിപ്പാൻ, തിരുസന്നിധിയിൽ ഒരു പുതിയ തീരുമാനമെടുത്ത് ഇന്നത്തെ രാത്രി മടങ്ങിപ്പോകുവാൻ, തങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ, തിരിച്ചറിവിൽ കർത്താവേ, ജീവിതം വീണ്ടും ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യുവാൻ, പുനഃപ്രതിഷ്ഠ നടത്തുവാൻ ഈ തിരുവചന ശുശ്രൂഷയാൽ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് മാത്രമാ കർത്താവേ. സകലത്തിനും അങ്ങയുടെ മഹത്വം അവിടുന്ന് എടുത്താട്ട് പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാട്ടെ. നമുക്കറിയാം, പുതിയ നിയമസഭയുടെ ശില്പി, നമുക്കറിയാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവസഭയുടെ ശില്പി. എങ്കിൽ തന്നെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ തൻ്റെ സഭയുടെ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതിൽ അഗ്രഗണ്യനായിരുന്ന ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. പ്രത്യേകിച്ച് ലോകമെമ്പാടും കർത്താവിൻ്റെ സഭ സ്ഥാപിതമാകുവാൻ, കർത്താവിൻ്റെ ജനം സുവിശേഷം കേൾക്കുവാൻ, രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം മറഞ്ഞിരുന്ന മർമ്മത്തെ കർത്താവ് വെളിപ്പെടുത്തിയത് അപ്പോസ്തലനായ പൗലോസിലൂടെയാണ്. പുതിയ നിയമ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിൽ പകുതിയിൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് വേണ്ടി ഇത്രമാത്രം കഷ്ടത അനുഭവിച്ച, പീഡനം അനുഭവിച്ച, അവസാനം കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം പോലും വഹിപ്പാൻ തക്കവണ്ണം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. തൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി കൊടുത്തു. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നാളുകളും കർത്താവിന് വേണ്ടി കൊടുത്തു. വിശ്രമമില്ലാതെ കർത്താവിന് വേണ്ടി ഓടി. ദൈവവചനം ഉടനീളം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലേഖനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, കർത്താവിൻ്റെ ദാസൻ എഴുതിയ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ വാക്കുകളുടെ പിന്നിലുള്ള ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, സ്പിരിറ്റ് തിരിച്ചറിയുമ്പോൾ, അത് എഴുതുവാൻ തക്കവണ്ണം തൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ, തൻ്റെ ഓരോ നിമിഷവും താൻ കർത്താവിന് വേണ്ടി എരിഞ്ഞു തീർന്നുകൊണ്ടിരുന്നവനാണ്. ആ കർത്താവിൻ്റെ ദാസനാ ഹല്ലേലൂയ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം
ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ബട്ട് വി ഹാവ് ദിസ് ട്രഷർ ഇൻ ജാർസ് ഓഫ് ക്ലേ, പോട്ട്സ് ഓഫ് ക്ലേ, to show that the surpassing power belongs to God and not to us. Praise God. ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നത്തെ രാത്രി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. മഹത്വം ദൈവത്തിന് മാത്രമെന്ന്, ഹല്ലേലൂയ, ദൈവ മഹത്വം അവിടുത്തേത് മാത്രമെന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയേണ്ടതിന് ദൈവം തന്ന ദാനങ്ങളൊക്കെയും ദൈവം തന്ന കൃപകളൊക്കെയും ഈ മൺപാത്രങ്ങളിലാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ മൺപാത്രം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജാർസ് ഓഫ് ക്ലേ എന്ന് പറയുന്നത്, അത് വളരെ ഫ്രജൈലാണ് അല്ലേ. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാമെന്നതാണ്. വളരെ ദുർബലമായിരിക്കുന്നതാണ്, വളരെ ബലഹീനമായിരിക്കുന്നതാണ്. നമുക്കറിയാം, ഏതെങ്കിലും മൺപാത്രങ്ങൾക്കകത്ത് എന്തെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ വി ആർ വെരി വെരി കെയർഫുൾ. വളരെ നമ്മൾ ശ്രദ്ധയോടെ കൊണ്ടുപോകത്തുള്ളൂ. കാരണം അത് കയ്യിൽ നിന്നെങ്ങാനും താഴെ വീഴുവാൻ ഇടയായാൽ കുടം മാത്രമല്ല ഉടഞ്ഞു പോകുന്നത്, അതിനകത്തുള്ള സകലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് ഈ പോട്ട്സ് ഓഫ് ക്ലേ അല്ലെങ്കിൽ ഈ ജാർസ് ഓഫ് ക്ലേ, മൺപാത്രങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവ് ആരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ചരിത്രത്തിലേക്ക്, ദൈവസഭയുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കേ. അത് പഴയ നിയമസഭയുടെ ചരിത്രമായാലും ശരി, പുതിയ നിയമസഭയുടെ ചരിത്രമായാലും ശരി, കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ പകർച്ച ആരുടെയൊക്കെ മേൽ പകർന്നിട്ടുണ്ടോ, ആരെയൊക്കെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ടോ, അവരൊക്കെ ബ്രോക്കൺ വെസൽസ് ആയിരുന്നു. ഹല്ലേലൂയ. അവരൊക്കെ ബലഹീന മനുഷ്യരായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വചനത്തിലുടനീളം നോക്കിക്കേ, ബലവാന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും കർത്താവ് ഉപയോഗിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ബലഹീനരായ, ദുർബലരായ, താഴ്മയുള്ളവരായ, സ്വയം ഒന്നുമല്ല എന്ന് തിരിച്ചറിവുള്ളവരായ മനുഷ്യരെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. God delights to use weak men to show that the surpassing power belongs to God alone. എന്തുകൊണ്ടാണ് കർത്താവ് ഏറ്റവും ദുർബലരായ മനുഷ്യരെ, വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരെ, ബലഹീനരായ മനുഷ്യരെ, സമൂഹത്തിൽ എല്ലാവരാലും തഴയപ്പെട്ട മനുഷ്യരെ തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന് പൂർണ്ണമായ മഹത്വം കിട്ടണം. അതിൻ്റെ അർത്ഥം ബലവാന്മാരെ, ലോകത്തിൽ അറിയപ്പെടുന്നവരെ, കുബേരന്മാരെ, പണ്ഡിതന്മാരെ ദൈവം ഉപയോഗിക്കത്തില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അവരെ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം അവർക്ക് കിട്ടിപ്പോകും. കാരണം അവരുടെ ജ്ഞാനം കൊണ്ട്, അവരുടെ വിവേകം കൊണ്ട്, അവരുടെ പോപ്പുലാരിറ്റി കൊണ്ട്, അവരുടെ അക്സെപ്റ്റൻസ് കൊണ്ട്, ഈ ലോകത്തിൽ അവർ അറിയപ്പെടുന്ന വ്യക്തികളായതുകൊണ്ട്, അവരുടെ ചരിഷ്മ കൊണ്ട്, ഇതുകൊണ്ടൊക്കെ ഒരു പക്ഷേ കർത്താവിൻ്റെ മഹത്വം അവർക്ക് വന്നു പോകും. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഹല്ലേലൂയ, തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണും. സമൂഹത്തിൽ ഏറ്റവും ആരും ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു കൂട്ടത്തെയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. മുക്കുവരുടെ കൂട്ടത്തെ, വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരുടെ കൂട്ടത്തെ, സമൂഹത്തിൽ ആരും അംഗീകരിക്കാത്തവരുടെ കൂട്ടത്തിലെ, സമൂഹത്തിലെ നേതൃത്വത്തിലേക്ക് അവരെ ആരും കൺസിഡർ ചെയ്യത്തില്ല. വിദ്യാഭ്യാസം അവർക്ക് കൂടെ കുറവാണ്, കുടുംബ മഹിമ അവർക്ക് കുറവാണ്, സംസ്കാരം അവർക്ക് കുറവാണ്, സമൂഹത്തിൽ എങ്ങനെ ഇടപെടേണ്ടതെന്ന് അവർക്ക് അറിയുകയില്ല. അവരെപ്പോഴും കടലിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഹല്ലേലൂയ. സാധാരണക്കാരായ മനുഷ്യരാ. എന്നാൽ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി അവരെ തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിലേക്ക് നോക്കിക്കേ, യഹോവയായ ദൈവം ഉപയോഗിച്ച പ്രവാചകന്മാരെ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. ആ പ്രവാചകന്മാരുടെ ജീവിതങ്ങളിലേക്ക് നോക്കിക്കേ. അവരൊക്കെ വെറും സാധാരണ മനുഷ്യരായിരുന്നു. രാജകൊട്ടാരത്തിൽ നിന്ന് വേണമെങ്കിൽ ദൈവത്തിന് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാമായിരുന്നു. എന്നാൽ അവൻ കടന്നുപോയത് സാധാരണ മനുഷ്യരുടെ മധ്യത്തിലേക്കായിരുന്നു. ഹല്ലേലൂയ. മൺപാത്രങ്ങളിൽ നിക്ഷേപത്തെ കൊടുക്കുവാൻ തക്കവണ്ണം, മൺപാത്രങ്ങളിൽ തന്റെ വിലയേറിയ നിക്ഷേപത്തെ ഇൻവെസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം താല്പര്യമുള്ളവനാണ് ദൈവം. ഹല്ലേലൂയ. ഇത് നമുക്ക് തരുന്ന വലിയൊരു സന്തോഷ വർത്തമാനമുണ്ട്. എന്തെന്നറിയാമോ? നാം ബലഹീനരായി ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി കൊടുത്താൽ, അവന് വേണ്ടി മാത്രം നിൽക്കുന്നവരായി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവേ, അങ്ങല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല, അങ്ങയുടെ ബലത്തിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെയും സ്വർഗം ഉപയോഗിക്കുമെന്നുള്ളതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. He has put the priceless treasure of new covenant saving gospel truth in clay pots. ഹല്ലേലൂയ. ഇവിടെ വായിച്ചിരിക്കുന്നത് എന്തെന്നറിയാമോ? ഈ ആത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്.
ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കുവാൻ തക്കവണ്ണം ശക്തമായ ദൈവത്തിന്റെ ദൂതാകുന്ന സുവിശേഷം കൊടുത്തിരിക്കുന്നത് ആരുടെ കയ്യിൽ എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ ജ്ഞാനികളുടെ കയ്യിലല്ല സ്വർഗം ഏൽപ്പിച്ചത്, രാജകുമാരന്മാരുടെ കൈകളിലല്ല ദൈവം ഏൽപ്പിച്ചത്, രാഷ്ട്രീയ തലവന്മാരുടെ കൈകളിലല്ല ദൈവം ഏൽപ്പിച്ചത്, മിലിറ്ററി ഓഫീസേഴ്സിന്റെ കയ്യിലല്ല ഏൽപ്പിച്ചത്, വെറും മൺപാത്രങ്ങളായ സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ താഴുന്നവർക്ക് മാത്രമേ കർത്താവിനെ കാണാൻ പറ്റത്തുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ താഴുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ മഹത്വം അനുഭവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന ശിശുക്കൾ ആരാണ്? അതിന് കൊച്ചു കുഞ്ഞുങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. തന്റെ അപ്പോസ്തലന്മാരെ നോക്കി, തന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട്, തന്റെ ചുറ്റുപാട് നിന്ന ജനത്തെ നോക്കിക്കൊണ്ടാ കർത്താവ് പറഞ്ഞത്. ദൈവസന്നിധിയിൽ ശിശുക്കളെ പോലെ അവർ താഴുവാൻ തക്കവണ്ണം തയ്യാറായപ്പോൾ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച ദൈവികമായ ശ്രേഷ്ഠമേറിയ കാതലായ സുവിശേഷത്തെ ഹല്ലേലൂയ സ്വർഗം ശിശുക്കളായ ഈ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ മൺപാത്രത്തെ കർത്താവ് പറഞ്ഞതിന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ദൃഷ്ടാന്തങ്ങൾക്കും വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ. വളരെ വ്യാപ്തിയുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ഇത് എഴുതിയ പരിശുദ്ധാത്മാവ് തന്നെ അത് നമുക്ക് വെളിപ്പെടുത്തി തരണം. പ്രൈസ് ഗോഡ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സിമിലീസിനും ഓരോ ദൃഷ്ടാന്തങ്ങൾക്കും ഹല്ലേലൂയ വലിയ അർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ. മൺപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൺപാത്രം എന്തിനാ ഉപയോഗിക്കുന്നത്? അതൊരു ഡെക്കറേറ്റീവ് തിങ് അല്ല, പിന്നെയോ അതൊരു ഫങ്ഷണൽ തിങ് ആണ്. ഡെക്കറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുവാൻ വേണ്ടി പലതും ഉപയോഗിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ആകർഷണീയതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടി, വീട് അലങ്കരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം അലങ്കരിക്കുന്നതിന് വേണ്ടി വെക്കുന്നതാണ് ഡെക്കറേറ്റീവ്. അലങ്കരിക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമല്ല മൺപാത്രം. പിന്നെയോ അത് ഫങ്ഷണലാണ്, സർവീസിന് വേണ്ടി, സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു മൺപാത്രം ഒരു കുശവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാഴ്ചയ്ക്ക് വയ്ക്കുവാൻ തക്കവണ്ണമല്ല, അതിനകത്ത് ഉപയോഗിക്കപ്പെടണം. അതിനകത്ത് എന്തെങ്കിലും ഒന്ന് നിറയ്ക്കണം, അതിനകത്ത് എന്തെങ്കിലും പ്രയോജനമുള്ളതൊന്ന് വഹിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോൾ മൺപാത്രം എന്ന് പറയുന്നത് ഫങ്ഷണലാണ്, സേവനത്തിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും കർത്താവ് മൺപാത്രമായി കണ്ടെങ്കിൽ നമ്മളിൽ കർത്താവ് ചെറുത് നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. നമുക്കൊക്കെ നാട്ടിലെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മുറ്റത്തും അല്ലെങ്കിൽ പറമ്പിലുമൊക്കെ പഴയ മൺപാത്രങ്ങളൊക്കെ കിടക്കുന്ന കാണാം. അതിനകത്തൊക്കെ എന്തുവാ നിറഞ്ഞു കിടക്കുന്നതെന്ന് അറിയാമോ? ചെളി നിറഞ്ഞു കിടക്കുന്നത് കാണാം, മണ്ണ് കയറി കിടക്കുന്നത് കാണാം, അല്ലേ? ആകപ്പാടെ നാശമായിട്ട് കിടക്കുന്നത് കാണാം. എന്നാൽ നമുക്ക് അതേ സ്ഥാനത്ത് ഭവനത്തിനകത്ത്, അടുക്കളയ്ക്കകത്ത് ചില മൺപാത്രങ്ങൾ കാണുവാനായിട്ട് കഴിയാം. ആ മൺപാത്രങ്ങൾ ചിലത് ശൂന്യമാണ്, എന്നാൽ ചില മൺപാത്രങ്ങളിൽ പ്രയോജനമുള്ളത് നിറച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. മൈ ബ്രദർ, മൈ സിസ്റ്റർ, ഇറ്റ് ഈസ് അവർ ചോയ്സ്. നമ്മുടെ ചോയ്സ് ആണ് നമ്മളിൽ എന്ത് നിറയ്ക്കണമെന്നുള്ളത്. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട്, കർത്താവേ, അങ്ങയുടെ നിക്ഷേപത്തെ എന്നിലേക്ക് നിറയ്ക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് തന്റെ നിക്ഷേപത്തെ നമ്മളിലേക്ക് നിറയ്ക്കും. നാം ലോകത്തിലേക്ക് കടന്നു ചെന്നിട്ട്, ലോകമേ, നിന്റെ നിക്ഷേപത്തെ എന്നിൽ നിറയ്ക്കണമേ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നിക്ഷേപത്തെ നമ്മളിൽ നിറയ്ക്കും. പിശാച് അവന്റെ നിക്ഷേപത്തെ നമ്മൾ നിറയ്ക്കും. ഇന്നത്തെ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കർത്താവിന്റെ വചനത്തിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ മൺപാത്രങ്ങളാണെന്ന് പറയുന്നുവെങ്കിൽ ഈ മൺപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞിരിക്കുന്നത് എന്താ? We are full of something. We are full of something. എന്തോ ഒന്ന് നമ്മളിൽ നിറഞ്ഞിരിക്കുക. ഒന്നുകിൽ ദൈവത്തിന്റെ നിക്ഷേപം അതിനകത്ത് നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തിന്റെ നിക്ഷേപം അതിനകത്ത് നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇതൊരു ഇൻഎക്സ്പെൻസീവ് ആയിട്ട് വിലയില്ലാത്തതാണ്. അത് മാത്രമല്ല ബ്രേക്കബിളാ, പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്നതാ. ഹല്ലേലൂയ. അത് മാത്രമല്ല, അഥവാ കയ്യിൽ വീട് പൊട്ടിയാൽ പോലും നമ്മൾ അതിന് വലിയ വില കാണിക്കുന്നില്ല, വില കൊടുക്കുന്നില്ല. ഇതാ മനുഷ്യര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവര് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയെന്ന് വെച്ചോ, മരണം മൂലം വേർപെട്ടു പോയെന്ന് വെച്ചോ, എത്ര നാൾ നമ്മളവരെ ഓർക്കും? പറഞ്ഞേ നിങ്ങളൊന്ന്. എത്ര പ്രിയപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരുമായിക്കൊള്ളട്ടെ, നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നവരാ, അവരുമായി വലിയ ബന്ധത്തിലുള്ളവരാ. എത്ര നാൾ നമ്മളവരെ ഓർക്കും? കുറച്ച് നാളുകൾ മാത്രം, ചില മാസങ്ങൾ മാത്രം, അല്ലെങ്കിൽ അടുത്ത ചില വർഷങ്ങൾ മാത്രം. പതുക്കെ 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 അവരുടെ ആബ്സെൻസ്, അവരുടെ അസാന്നിധ്യം നമ്മളെ മറന്നു പോകും.
അവരുടെ സ്ഥാനത്ത് മറ്റൊരാൾ വരും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു മൺപാത്രത്തിന്റെ വില മാത്രമേ മനുഷ്യനുള്ളൂ. ഒരു മൺപാത്രത്തിന്റെ വില മാത്രമേ മനുഷ്യനുള്ളൂ. ഏത് സമയത്തും പൊട്ടിപ്പോകാവുന്നവൻ, ഒരു വിലയുമില്ലാത്തവൻ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഏത് സമയത്തും വിലശൂന്യമായി പോകാവുന്നതാണ് മൺപാത്രം. നമ്മൾ മറന്നു പോകരുത്. വി ആർ സിംപ്ലി ഹ്യൂമൻ. വി ആർ നോട്ട് ഡിവൈൻ. വി ആർ ലിമിറ്റഡ്, നോട്ട് ലിമിറ്റ്ലെസ്. വി ആർ ഫ്രജൈൽ, നോട്ട് ഫ്ലോലെസ്. നമ്മൾ ചിന്തിക്കണമേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമേ സ്വയം ഒന്ന് ചിന്തിക്കണമേ. നമ്മൾ ഡിവൈൻ അല്ല, എന്നും ജീവിക്കുന്ന വ്യക്തികളല്ല ഈ ഭൂമിയിൽ നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ വെറും ബലഹീനരായ മനുഷ്യരാ. നാളത്തെ ദിവസം എനിക്കും നിങ്ങൾക്കും ഉള്ളതാണോ എന്ന് പറയുവാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ വാക്കുകളിലായിക്കൊള്ളട്ടെ, നമ്മുടെ ചിന്തകളിലായിക്കൊള്ളട്ടെ, നമ്മുടെ പ്ലാനിലും പദ്ധതികളും ആയിക്കൊള്ളട്ടെ, നമ്മൾ ഫ്രജൈലാണെന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? നമ്മൾ വെറും ഹ്യൂമൻ ആണെന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? നമ്മുടെ സംസാരത്തിൻ്റെതായിട്ടുള്ള ആ ശബ്ദത്തിലേക്കൊന്ന് നോക്കിക്കേ, ആ ഹുങ്കിലേക്കൊന്ന് നോക്കിക്കേ, നമ്മുടെ നോട്ടത്തിലുള്ള ഗൗരവത്തിലേക്കൊന്ന് നോക്കിക്കേ. നാളെ ഈ സമയത്ത് ഇങ്ങനെ നോക്കുവാൻ എനിക്ക് കഴിയുമോ എന്നൊരു ചിന്ത പോലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ ഷൗട്ട് ചെയ്യുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് പലതും ഡിമാൻഡ് ചെയ്യുമ്പോൾ, കർക്കശത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് പലതും പിടിച്ചു പറിച്ച് ബലത്തിന്റെ കൂടുതൽ കൊണ്ട്, ബലം കൊണ്ട്, അധികാരം കൊണ്ട് മറ്റുള്ളവരുടെ പലതും നമ്മുടെ കൈക്കലാക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ ഞാൻ വെറും ഒരു മൺപാത്രം മാത്രമാണെന്ന്? ഹല്ലേലൂയ. ഇന്നത്തെ രാത്രികാലം ചില വലിയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, എന്നിട്ട് ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് നീ സമർപ്പിച്ചാൽ ഈ വർഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ശനിയാഴ്ച കേൾക്കുന്ന ഈ മെസ്സേജ് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം കേൾപ്പുള്ളതായി മാറും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ രാത്രി വളരെ വ്യക്തമായി ശക്തമായി നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയിലൂടെ കർത്താവിന്റെ കരം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബലഹീനത ഈ ലോകത്തിന് ആവശ്യമില്ല. ബലഹീനരെ കുടുംബത്തിൽ ആവശ്യമില്ല. അപ്പനും അമ്മയും ചിന്തിക്കുക, എന്റെ മോൻ ബലഹീനനാന്ന് പറഞ്ഞാൽ അവരവനെ ചെറുതായിട്ടേ കാണൂ. നമുക്കറിയാം, ശമൂവേല് തൈലവുമായിട്ട് ഹല്ലേലൂയ ഇസ്രായേലിന്റെ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചേട്ടന്മാരെ എല്ലാം വരുത്തി. ഏറ്റവും ഇളയ ദാവീദിനെ വരുത്തിയില്ല. കാരണം എന്നറിയാമോ? ദാവീദ് ബലഹീനനാണെന്നൊരു തോന്നൽ അപ്പനുണ്ടായി. അതുകൊണ്ടാ. ഹല്ലേലൂയ. എന്നാൽ ബലഹീനനെ തേടിയാണ് തൈലക്കൊമ്പ് എത്തിയെന്നുള്ളത് ഹല്ലേലൂയ അപ്പന് മനസ്സിലായില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വന്തം ഭവനത്തിലായാലും ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ദൈവസഭയിലായാലും നമ്മളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ നടുവിലായാലും നമ്മൾ ബലഹീനനാന്ന് പറഞ്ഞാൽ നമ്മളെ അവർക്ക് ആവശ്യമില്ല. എന്നാൽ ബലഹീനരെ ആവശ്യമുള്ള ഒരുവനുണ്ട്, സർവശക്തനായ ദൈവം. എന്തിനെന്നറിയാമോ? അവൻ നിക്ഷേപത്തെ നിറയ്ക്കുമ്പോൾ അതിന്റെ മഹത്വം അവന് തന്നെ കിട്ടും. Praise God. നമ്മൾ മറന്നു പോകരുത്. It is something like a small plastic case inside a 10 million pound worth diamond. 10 million pound വർത്ത് ഡയമണ്ട്, 10 million pound വിലയുള്ള ഒരു ഡയമണ്ടിന്റെ പീസ്, അത് റിംഗ് ആയിക്കോട്ടെ, നെക്ലേസ് ആയിക്കോട്ടെ, ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് ഒരു ചെറിയ പ്ലാസ്റ്റിക് കേസിനകത്ത്, ഒരു പ്ലാസ്റ്റിക് കപ്പിനകത്ത്, ഒരു ചെറിയ കൂടിനകത്ത് വെച്ചിരിക്കുകയാണെന്ന് വെച്ചോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, എത്ര സേഫായിട്ടായിരിക്കും നമ്മൾ ആ പ്ലാസ്റ്റിക് കേസ് സൂക്ഷിക്കുന്നത്? അല്ലേ? പുറത്തുനിന്ന് നോക്കിയാൽ ഒരു പ്ലാസ്റ്റിക് കേസാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. നമ്മൾ പോകുന്നിടത്തൊക്കെ ഈ പ്ലാസ്റ്റിക് കേസ് പിടിച്ചുകൊണ്ട് പോകും. ആൾക്കാർ വിചാരിക്കും ഈ വിലയില്ലാത്ത ഈ പ്ലാസ്റ്റിക് കൂടും കൊണ്ട് എന്തിനാ ഈ മനുഷ്യൻ നടക്കുന്നതെന്ന്. പക്ഷേ ഇത് വഹിച്ചിരിക്കുന്ന നമുക്കറിയാം, ഈ പ്ലാസ്റ്റിക് കൂടിന്റെ അടുത്ത്, ഈ പ്ലാസ്റ്റിക് കേസിന്റെ അകത്ത് 10 million pound വർത്തായിരിക്കുന്ന ഒരു ഡയമണ്ട് ഉണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് പഠിപ്പിക്കുന്നത് എന്തെന്നറിയാമോ? നമ്മുടെ വിലയെന്ന് പറയുന്നത് ഈ മൺപാത്രത്തിൻ്റെതല്ല. നമ്മുടെ വിലയെന്ന് പറയുന്നത് ഈ മൺപാത്രത്തിനകത്തുള്ള നിക്ഷേപത്തിലാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണമേ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി. ഹല്ലേലൂയ. അതിലെ നിക്ഷേപം മാറിക്കഴിയുമ്പോൾ, അതിനകത്ത് നിന്ന് ഡയമണ്ട് പീസ് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും പിന്നെ ആ പ്ലാസ്റ്റിക് കൂടിനെ ഓർക്കാറില്ല, അതിനെ എടുത്ത് വെളിയിൽ കളയും. മനസ്സിലാക്കണം സഹോദര സഹോദരി, ദൈവവചനത്തിൽ ഒരു കഴുതയെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഒരു കഴുതയെ കാണുന്നുണ്ട്. ആ കഴുത മുന്നോട്ട് പോയപ്പോൾ ആളുകളൊക്കെ അതിന്റെ മുമ്പില് വസ്ത്രങ്ങൾ വിരിക്കാൻ തുടങ്ങി, പൂക്കൾ വിതറുവാൻ തുടങ്ങി. ഈ കഴുത ചിന്തിച്ചു, ഇന്നലെ വരെ എന്നെ നോക്കി പരിഹസിച്ച ജനം, ഇന്നലെ വരെ എന്നെ കല്ലെറിഞ്ഞ ജനം, എന്നെ കണ്ട് കൈകൊട്ടിച്ചിരിച്ച കുട്ടികളൊക്കെ ഇന്നിതാ എന്റെ മുമ്പിൽ ഭവ്യതയോടെ നിൽക്കുന്നു. ഇതാ എന്റെ മുമ്പിൽ വസ്ത്രങ്ങളെ, അവരുടെ സ്വന്തം വസ്ത്രങ്ങളെ വിരിക്കുന്നു. എന്നെ ഒരു രാജാവിനെ പോലെ അവർ സ്വീകരിക്കുന്നു. കഴുത ഒരു നിമിഷം
നിമിഷം കഴുത ചിന്തിച്ചു, ഇതെന്താ ഈ മാറ്റം സംഭവിച്ചത്? ഹല്ലേലൂയ. ഇന്നലെ വരെ ഞാൻ വിലയില്ലാത്തവനായിരുന്നു. എന്നെ മാനിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ യജമാനനും അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നലെ വരെ അവൻ തൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് എന്നെ അടിച്ചവനാണ്. അവന്റെ വായിലൂടെ എന്നെ ശകാരിച്ചവനാണ്. അല്ലെങ്കിൽ അവന്റെ വീടിന്റെ പുറകിൽ എവിടെയോ എന്നെ കെട്ടിയവനാണ്. എന്റെ വഴി എന്തെന്നോ, ഞാൻ ആഹാരം കഴിച്ചെന്നോ ആ വെള്ളം കുടിച്ചെന്നോ അവൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നോക്ക്, എന്റെ മുമ്പിൽ അവൻ ഭവ്യതയോടെ നിൽക്കുക, അവന്റെ വസ്ത്രം പോലും എന്റെ മുമ്പിൽ വിരിക്കുകയാ. ഇത് സംഭവിച്ചതല്ലേ ദൈവവചനത്തില്? കഴുതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നെ കണ്ടിട്ടല്ല ഈ മാറ്റം സംഭവിച്ചത്, എൻ്റെ മുകളിൽ ഒരുവനിരിക്കുന്നു. മറന്നു പോകരുത് സഹോദര സഹോദരി, എൻ്റെ മുകളിൽ ഒരുവനിരിക്കുന്നു, രാജാതി രാജാവായ ക്രിസ്തു. ഞാൻ അവനെ വഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ബഹുമാനിക്കപ്പെടുന്നത്. ഞാൻ അവനെ വഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ വിലയുള്ളവനായി മാറുന്നത്. ഞാൻ അവനെ വഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ വിലയുള്ളവളായി മാറുന്നത്. ഞാൻ അവനെ വഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മുമ്പിൽ ഇരുട്ട് മാറുന്നത്. ഞാൻ അവനെ വഹിക്കുന്നത് കൊണ്ടാണ് ചിലരുടെ ഭവനത്തിലേക്ക് സമാധാനവുമായി എനിക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നത്. നമ്മൾ മറന്നു പോകരുത് സഹോദര സഹോദരി. ഹല്ലേലൂയ. God uses ordinary men and women so that no one will steal God's glory when people are being saved. Hallelujah. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മളിൽ ഈ മഹത്വം ദൈവം പകരുന്നതിന് കാരണം എന്തെന്നറിയാമോ? നമ്മൾ ആരും ദൈവ മഹത്വത്തെ കവർന്നെടുക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. അതുകൊണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ രാത്രികാലം വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ രാത്രി നമുക്ക് പ്രാർത്ഥനയോടെ ഏൽപ്പിച്ചു കൊടുക്കാം. കേട്ടോ, ദൈവവചനത്തിലേക്ക് വരാം. എങ്കിലും ഈ ആത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളെ ആകുന്നു ഉള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സത്യം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നും മൺപാത്രമായിട്ടിരിക്കുവാനല്ലേ ആഗ്രഹിക്കുന്നത്? അതൊരു ശ്രേഷ്ഠമായ മർമ്മമാണ് അല്ലേ? എന്നും എനിക്ക് മൺപാത്രമായിട്ടിരുന്നാൽ മതി. കാരണം എന്ന് വരെ ഞാൻ മൺപാത്രമായിരിക്കുന്നുവോ അന്ന് വരെ ഈ ആത്യന്തിക ശക്തി എന്നിൽ നിലനിൽക്കും. എന്ന് ഞാൻ മൺപാത്രമല്ലാതായി മാറുന്നുവോ അന്ന് ഈ ആത്യന്തിക ശക്തി വിൽ ബി ഡ്രോൺ ബാക്ക്. പ്രൈസ് ഗോഡ്. മറന്നു പോകരുത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ പറയുന്നത്, പ്രശംസിക്കുന്നുവെങ്കിൽ എൻ്റെ ബലഹീനതകളെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. എനിക്ക് പ്രശംസിക്കാൻ മറ്റൊന്നുമില്ല. എനിക്ക് എൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പ്രശംസിപ്പാനില്ല. ഞാൻ ജനിച്ചു വന്ന ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് പ്രശംസിപ്പാനില്ല. എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ നമുക്ക് 3 അധ്യായത്തിലൊക്കെ വായിക്കുവാനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ പകുതിക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, വേദനകൾ, വ്യതകൾ. ഇതൊന്നും പൗലോസ് പറഞ്ഞു പുകഴുന്നില്ല. ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടം അനുഭവിച്ചവനാണെന്ന്, കർത്താവിന് വേണ്ടി അടികൊണ്ടവനാണ്. ഇതൊക്കെ ജീവിത ചരിത്രമാണെങ്കിലും ഹല്ലേലൂയ, ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പ്രശംസിക്കുന്നുവെങ്കിൽ എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. കാരണം എൻ്റെ ബലഹീനതകളിലാണ് സ്വർഗത്തിന്റെ ശക്തി നിറയ്ക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ബലഹീനതകളിൽ പുകഴുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ബലഹീനതകളിൽ പുകഴുവാനായിട്ട് കഴിയും. നമ്മൾ എത്രമാത്രം ബലഹീനനാകുന്നുവോ, നമ്മളിൽ എത്രമാത്രം ബലം ക്ഷയിക്കുന്നുവോ, മറ്റുള്ളവർ നമ്മളെ എത്രമാത്രം പരിഹസിക്കുന്നുവോ, നമ്മളെ മറ്റുള്ളവർ എത്രമാത്രം പുച്ഛിക്കുന്നുവോ, എത്രമാത്രം നമ്മളെ ഒറ്റപ്പെടുത്തുന്നുവോ, അതൊക്കെ നമ്മളെ ബലഹീനരാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ ധൈര്യം കെടുത്തുന്നത് അതൊക്കെ അല്ലേ? നമ്മളെ നിരാശയിലേക്ക് നടത്തുന്നല്ലേ? ശ്രദ്ധിച്ചു കേൾക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും എല്ലായിടത്തും നമ്മളെ അംഗീകരിക്കുമ്പോൾ, എല്ലാവരും നമ്മളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, എല്ലാവരും നമുക്ക് കൈയടിക്കുമ്പോൾ നമ്മുടെ ശക്തി വർദ്ധിക്കുക, നമ്മുടെ ബലഹീനത മാറി ബലം പ്രാപിക്കുകയാ. എന്നാൽ അതിന് ഓപ്പോസിറ്റാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ പറയുക, ഞാൻ അങ്ങനെ ആയിരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിന്റെ മുമ്പിൽ താണിരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും ലോകസ്ഥായിരിക്കുന്ന ഏറ്റവും താണ സ്ഥലം എടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പുറകിൽ നിൽക്കുവാൻ ഞാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കെങ്ങും മുമ്പിലാകണ്ട, എൻ്റെ പേരെങ്ങും ഉയരണ്ട, എൻ്റെ പേരാൾ കണ്ടാലും കൈയടിക്കേണ്ട. ഹല്ലേലൂയ. ഒരു സ്ഥാനമാനങ്ങളിലും എനിക്ക് പോയിരിക്കേണ്ട. ഞാൻ ഏറ്റവും പുറകിലിരുന്നു കൊണ്ട് ആ ബലഹീനതയിൽ തന്നെ നിൽപ്പാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ബലഹീനതയിലാണ് ഞാൻ പ്രശംസിക്കുന്നത്. അവിടെയാണ് സ്വർഗത്തിന്റെ നിക്ഷേപം എന്നിൽ സ്ഥിരമായിരിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത് സഹോദര സഹോദരി. ഹല്ലേലൂയ. We are earthen vessels. We are jars of clay. We are pots of clay. നമ്മൾ മൺപാത്രങ്ങളുടെ വിലയുള്ളവർ മാത്രമാണ്. നമ്മൾ മൺപാത്രങ്ങളുടെ വിലയുള്ളവർ മാത്രമാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ഈ മൺപാത്രം ഉപേക്ഷിച്ച് നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരും.
ഹല്ലേലൂയ. ഈ മൺപാത്രം ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോകേണ്ടി വരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, as long as we live, we need to be useful in the hands of God. കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗമുള്ള പാത്രങ്ങളായിട്ട് നമുക്ക് മാറാം. കർത്താവേ, അങ്ങയുടെ നിക്ഷേപത്തെ എന്നിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ വിലയുള്ള നിക്ഷേപം എന്താണെന്ന്. ഇപ്പൊ ഒരു മിനിറ്റ് നമുക്ക് കേൾക്കാം, നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാം. കർത്താവേ, അങ്ങയുടെ നിക്ഷേപത്തെ എന്നിൽ നിറയ്ക്കണമേ. ഈ ലോകത്തിന്റെ നിക്ഷേപം എനിക്ക് വേണ്ട കർത്താവേ. അനേകർ ഈ ലോകത്തിന്റെ നിക്ഷേപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. പ്രൈസ് ഗോഡ്. എനിക്ക് ഈ ലോകത്തിന്റെ നിക്ഷേപം വേണ്ട, എനിക്ക് മറ്റൊരു നിക്ഷേപവും വേണ്ട. എനിക്ക് വേണ്ടത് സ്വർഗത്തിന്റെ നിക്ഷേപമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതയിൽ പുകഴുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചിന്തിക്കണമേ, what is the treasure that we carry? ഏത് നിക്ഷേപമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്? എന്താണ് നമ്മളിൽ സ്വർഗം തരുന്ന നിക്ഷേപം? ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, എന്താ പറഞ്ഞത്? ഈ അത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ ദൈവശക്തി, ഈ ആത്യന്തികമായ ശക്തി, ഈ ഗോഡ്സ് പവർ, ഈ ഗോഡ്സ് ട്രഷർ, ദൈവത്തിന്റെ നിക്ഷേപം ഞങ്ങൾക്ക് മൺപത്രങ്ങളിലാണ് തന്നിരിക്കുന്നത്, മൺകുടത്തിലാണ് തന്നിരിക്കുന്നത്. എന്താണ് ഈ നിക്ഷേപം? ഈ നിക്ഷേപം എന്താണെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ഈ നിക്ഷേപം നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിക്കണം. രണ്ട്, ഈ നിക്ഷേപം നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മളതിനെ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ നിക്ഷേപം നമ്മളിൽ സ്വർഗം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നിക്ഷേപം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ഗോഡ്. ഒന്ന്, ഈ നിക്ഷേപം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച സുവിശേഷമാണ് ഈ നിക്ഷേപം. ഈ ലോകത്തിൽ എല്ലാവരുടെയും കയ്യിൽ ദൈവം അത് കൊടുത്തിട്ടില്ല. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. Hallelujah. It is the power of God unto salvation to everyone who believes. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൈവശക്തിയാണ് സുവിശേഷം. എന്നിലെ സ്വർഗം ആ സുവിശേഷം തന്നിരിക്കുക. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സുവിശേഷം അവൻ നിറച്ചിരിക്കുക. ഈ മൺകൂടാരത്തിൽ ഈ ലോകത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു വലിയ പവർ, ഒരു സേവിംഗ് പവർ, ഗോസ്പൽ സേവിംഗ് പവർ ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്നിൽ അവൻ നിക്ഷേപിച്ചിരിക്കുക. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും സ്വർഗം ഈ നിക്ഷേപം തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വൈ വി ഫീൽ ഗോസ്പൽ ടു ബി പവർലെസ്? എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഈ സുവിശേഷത്തിന് ശക്തിയില്ലെന്ന്? മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയുമ്പോൾ അതിന് ശക്തി നമുക്ക് കാണുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നാം സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ ആ സുവിശേഷം ചെയ്യേണ്ട പ്രവർത്തികൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാതെ വരുന്നത്? ഇവിടെ പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയേ, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പലപ്പോഴും നമ്മൾ സുവിശേഷം പറയുമ്പോൾ അത് രക്ഷയ്ക്കായി ദൈവശക്തിയായി മാറാത്തതിന്റെ കാരണം എന്താണ്? പലപ്പോഴും നമ്മൾ എത്ര പേരോട് സുവിശേഷം പറയുന്നുണ്ട്? Then why it is not turning out to be a transforming power to the people who listen to this gospel? ഈ സുവിശേഷം കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന്റെ ശക്തിയായി അത് വരാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Because we don't allow God to be in front of us. നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ നാം ദൈവത്തെ അനുവദിക്കുന്നില്ല. ഈ സുവിശേഷത്തെ നമ്മൾ തന്നെ അങ്ങ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ സുവിശേഷം മറ്റുള്ളവരിൽ മാറ്റം വരുത്തണമെങ്കിൽ ഈ സുവിശേഷം പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കണം. ഹല്ലേലൂയ. മറന്നു പോകരുത്. Because we don't give way for God to work, we put our human cleverness, eloquence, presentation and tactics before people. We don't trust in the presence and the power of the Holy Spirit until. ഒരു കാര്യം ചിന്തിക്കണമേ സഹോദര സഹോദരി, പലപ്പോഴും നമ്മൾ സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ അവരിൽ ആ മാറ്റം വരാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴികൾ ഉപയോഗിക്കുന്നു, നമ്മുടേതായിട്ടുള്ള ശൈലികൾ ഉപയോഗിക്കുന്നു, നമ്മുടേതായിട്ടുള്ള ചിന്തകൾ ഉപയോഗിക്കുന്നു. നമ്മൾ കരുതുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുകൂടെ അതിൻ്റെ കൂടെ ചേർത്താൽ, ഈ സാക്ഷ്യം കൂടെ ചേർത്താൽ, ഈ അനുഭവം കൂടെ ചേർത്താൽ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു മിനിറ്റ് പോലും ചോദിക്കുന്നില്ല, കർത്താവേ ഞാൻ സുവിശേഷം അറിയിക്കുവാനായി കടന്നു പോകുന്നു, അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ വരണമേ.
അങ്ങയുടെ സാന്നിധ്യത്തിന് മാത്രമേ ഒരു വ്യക്തിയെ മാറ്റുവാനായിട്ട് കഴിയൂ. അങ്ങയുടെ സാന്നിധ്യം ഇല്ല എങ്കിൽ ഈ സുവിശേഷം വെറും വാക്കുകൾ മാത്രമാണ്. ഹല്ലേലൂയ. നമ്മളിൽ എത്ര പേര് കർത്താവിന്റെ സന്നിധിയിൽ രാത്രികാലങ്ങളിൽ ഇരുന്ന് മുഴങ്കാലിരുന്നു കൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ നിൽക്കണമേ. I don't need your power, but I need your presence with me. If your presence accompany me, there will be power automatically. Hallelujah. നമ്മൾ പലരും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അങ്ങയുടെ ശക്തി എനിക്ക് തരണമേ. ഈ നാളുകളിൽ ദൈവമൈതലേ, നിന്റെ പ്രാർത്ഥന മാറ്റ്. നിനക്ക് ദൈവശക്തി അല്ലേ ആവശ്യം? ദൈവ സാന്നിധ്യമാണ് നിനക്ക് ആവശ്യം. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ വന്നാൽ ദൈവശക്തി ഓട്ടോമാറ്റിക്കായി നിന്റെ കൂടെ വരും. പ്രൈസ് ഗാഡ്. ഈ നാളുകളിൽ അതാ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് സുവിശേഷം പലപ്പോഴും രക്ഷയ്ക്കായി ദൈവശക്തിയായി മാറാത്തതിന്റെ കാരണം നമ്മൾ നമ്മുടെ വഴികളിലൂടെ സുവിശേഷം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ അവർ വിശ്വസിക്കുമായിരിക്കും, ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ വിശ്വാസ്യമായി തീരും, കുറച്ചുകൂടെ ബിലീവബിൾ ആകും, കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആകും. പക്ഷെ കർത്താവിൻ്റെ വഴികൾ നമ്മൾ അനുഗമിക്കുന്നില്ല. ഒരു കാര്യം ചിന്തിക്കണമേ, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു ഒരു അലാബാസ്റ്റർ ബോക്സിനെ കുറിച്ച്, സ്വച്ഛജടമാംസ തൈലം അടങ്ങിയ ഒരു ഭരണിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഒരു സ്ത്രീയെ സ്വച്ഛജടമാംസ തൈലവുമായിട്ട് ആ ഭരണിയുമായി കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വന്ന് ആ ഭരണി പൊട്ടിച്ചപ്പോൾ ആ ഭവനം മുഴുവനും ആ പെർഫ്യൂം നിറഞ്ഞതായിട്ട്, ആ ഫ്രാഗ്രൻസ് നിറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു. ഒരു കാര്യം ഓർക്കണമേ, ഭരണി പൊട്ടുന്നത് വരെ അതിനകത്ത് പെർഫ്യൂം ആയിരുന്നുവെന്ന് ഒരുത്തരും അറിഞ്ഞിരുന്നില്ല. Nobody ever knew that there was perfume inside that alabaster box until it was broken. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നീയും ഞാനും ദൈവസന്നിധിയിൽ ബ്രോക്കൺ ആകുവാൻ, ദൈവസന്നിധിയിൽ തകരുവാൻ, ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിലേക്ക് താഴുവാൻ, നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ നിന്നിലുള്ള സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടത്തില്ല. ഇന്നത്തെ രാത്രി ഇത് തിരിച്ചറിയണമേ. ഏത് വ്യക്തിയുടെ അടുക്കൽ സുവിശേഷത്തിന് വേണ്ടി കടന്നു പോയാലും, ഏത് വ്യക്തിയുടെ അടുക്കലേക്ക് നിന്നിൽ സ്വർഗം തന്നിരിക്കുന്ന നിക്ഷേപത്തെ ഷെയർ ചെയ്യുവാൻ കൂടെ നീ കടന്നു പോയാലും, നിന്റെ കഴിവ് കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ കഴിയുകയില്ല. അതിൽ നമ്മൾ വെറും മൺപാത്രങ്ങൾ മാത്രമാണ്, നമ്മൾ വെറും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രമാണ്. നമ്മുടെ കൂടെ വരേണ്ടവൻ കർത്താവാ, നമ്മളിലൂടെ സംസാരിക്കേണ്ടവൻ കർത്താവാ, കേൾക്കുന്നവരുടെ ഹൃദയത്തെ തുറക്കേണ്ടവൻ കർത്താവാ, ഈ സുവിശേഷത്തിന്റെ രക്ഷാശക്തിയെ പ്രദർശിപ്പിക്കേണ്ടവൻ കർത്താവാ. മറന്നു പോകരുത്, നമ്മളിൽ തന്നിരിക്കുന്ന നിക്ഷേപം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സുവിശേഷമാണ്. ഓർത്തു നോക്കി, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നിട്ട് പറഞ്ഞു, യോപ്പയിലേക്ക് ആളയച്ച് ശീമോനെ വരുത്താൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ അത്രയും സമയം വേസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ ഇത്രയും ദൂരം ആളുകളെയൊക്കെ വിടുന്നത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനല്ലേ ദൂതൻ. ഈ ദൂതന് വേണമെങ്കിൽ സുവിശേഷം ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ കൊർന്നല്യോസിനോട്? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കൊർന്നല്യോസിനോട് സുഖമായിട്ട് ഈ ദൂതന് സംസാരിക്കാമല്ലോ. അത്രയൊക്കെ ദൂതന് സംസാരിക്കാൻ അറിയാമെങ്കിൽ പിന്നെ ബാക്കി സുവിശേഷം കൂടെ ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തുകൊണ്ടാണ് ദൂതൻ അവിടെ നിർത്തിയിട്ട് പറഞ്ഞത്? തന്നോട് പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞു, നീ യോപ്പയിലേക്ക് ആളയച്ച് ശീമോനെ വരുത്തുക. ഇവിടെ അവൻ തോൽക്കൊല്ലനായ ശീമോന്റെ ഭവനത്തിൽ വസിക്കുന്നു, അവന്റെ വീട് കടൽ പുറത്താകുന്നു, ഇങ്ങനെയൊക്കെയുള്ള അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ദൂതനങ്ങ് പോയി. എന്താണെന്നറിയാമോ? എന്തുകൊണ്ടെന്നറിയാമോ സ്വർഗം ദൂതനിലൂടെ സുവിശേഷം പറയാത്തത്? കാരണം he never experienced the saving power of gospel by himself. ദൂതൻ ഒരിക്കലും സുവിശേഷത്തിൻ്റെ രക്ഷാശക്തി സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയല്ല. എന്നാൽ കടന്നു വരുവാൻ പോകുന്ന പത്രോസിന് സുവിശേഷത്തിൻ്റെ രക്ഷാശക്തിയെക്കുറിച്ച് അറിയാം. അവൻ യേശു കർത്താവിനെ രുചിച്ചറിഞ്ഞവനാണ്, യേശുവിനോട് കൂടെ നടന്നവനാണ്, യേശുവിൻ്റെ ശബ്ദം കേട്ടവനാണ്, യേശുവിനെ അനുഭവിച്ചവനാണ്. തൻ്റെ തോൽവിയുടെ മധ്യത്തിൽ കർത്താവിൻ്റെ കരുണ അവനെ എഴുന്നേൽപ്പിച്ചത്, കർത്താവിനോട് ക്ഷമിച്ചത് തിരിച്ചറിഞ്ഞവനാണ്. തന്നിലേക്ക് പകർന്ന സ്വർഗത്തിന്റെ നിക്ഷേപത്തെ ഹല്ലേലൂയ നന്നായി അനുഭവിച്ചവനാണ് പത്രോസ്. അതുകൊണ്ട് സമസൃഷ്ടിയായിരിക്കുന്ന കൊർന്നല്യോസിനോട് സുവിശേഷം പറയുവാൻ ദൂതനേക്കാൾ അധികം പത്രോസിന് കഴിയും. നമ്മൾ മറന്നു പോകരുത് സഹോദര സഹോദരി. They all were broken vessels. അവരൊക്കെ വെറും മൺപാത്രങ്ങളായിരുന്നു. ഹല്ലേലൂയ. അവരുടെയൊക്കെ ഓരോ ജീവിതവും എത്ര കെയർഫുള്ളായിട്ട് അവർ ജീവിച്ചതെന്നറിയാമോ? കാരണം അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മുമ്പേ പറഞ്ഞതുപോലെ മണ്ണ് കയറുവാൻ, ഈ ലോകത്തിൻ്റെ പൊടി കയറുവാൻ, ഈ ലോകത്തിൻ്റെ നിക്ഷേപം അതിനകത്ത് വരുവാൻ, ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ വരുവാൻ, ലോകത്തിൻ്റെ പാപം വരുവാൻ അവരനുവദിച്ചില്ല. അവർ കണ്ണുനീരുകൊണ്ട് ഈ മൺപാത്രങ്ങളെ എപ്പോഴും കഴുകി 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 ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ നിക്ഷേപത്തെ പൊന്നുപോലെ സൂക്ഷിക്കുമായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ,
ഈ വിലയേറിയ ഗ്ലാസിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഈ ക്ലസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗ്ലാസ് ബൾബുകളോ അല്ലെങ്കിൽ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, എത്ര കെയർഫുള്ളായിട്ടാണ് നമ്മളത് മൂവ് ചെയ്യുന്നതും അത് ഫിറ്റ് ചെയ്യുന്നതും അത് അഴിച്ചെടുക്കുന്നതും ഒക്കെ എത്ര കെയർഫുള്ളായിട്ടാണ്. കാരണം എന്നാണെന്നറിയാമോ, കൈ എങ്ങാനും തട്ടി അത് താഴെ വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രോബ്ലമാണ്, എത്രയോ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൈവഭക്തന്മാർ തങ്ങളിലേക്ക് സ്വർഗം തന്ന നിക്ഷേപത്തെ കരുതലോടെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അവർ ലോകവും തങ്ങളുടെ ജീവിതവുമായി ഒരു അതിർവരമ്പ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പാപത്തോടെ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ടെംപ്റ്റേഷനോട് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം അവർക്കറിയാം, ഒരൊറ്റ നിമിഷം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോകാവുന്നതാണ് ഈ നിക്ഷേപം. ഈ നിക്ഷേപം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. സോ ദാറ്റ് ഈസ് വൺ തിങ്. നമ്മളിൽ തന്നിരിക്കുന്ന ഒരു നിക്ഷേപമാണ് കർത്താവിൻ്റെ സുവിശേഷം. രണ്ടാമത്തെ നിക്ഷേപം എന്ന് പറയുന്നത് ദ നോളജ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദൈവ മഹത്വത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ക്രിസ്തു എന്ന മഹത്വം എന്നിൽ വസിക്കുന്നു, ക്രിസ്തു എന്ന മഹത്വം എന്നിൽ ഇരിക്കുന്നു. ഞാൻ നടക്കുമ്പോൾ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. മുമ്പേ ഒരു കഴുതയുടെ കഥ പറഞ്ഞല്ലോ, ഡോങ്കിയുടെ കഥ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. ആ കഴുത നടക്കുമ്പോൾ ആ കഴുത ബഹുമാനിക്കപ്പെടുന്നത്, ആ കഴുത ആദരിക്കപ്പെടുന്നത്, സ്വർഗം ആ കഴുതയെ അംഗീകരിക്കുന്നത് എല്ലാം ഒരേ ഒരു കാരണത്താലാ. കാരണം അത് ക്രിസ്തുവിനെ വഹിക്കുന്നത് കൊണ്ടാണ്. മറന്നു പോകരുത്. ഒരു വലിയ മർമ്മത്തെക്കുറിച്ച് പൗലോസോട് പറയുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യർക്ക് മറഞ്ഞിരുന്ന ഒരു മർമ്മം, ലോകത്തിന് മറഞ്ഞിരുന്ന ഒരു മർമ്മം, ജ്ഞാനികൾക്ക് മറഞ്ഞിരുന്ന ഒരു മർമ്മം. ആ മർമ്മം എന്താണെന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. നമുക്കറിയാം, ആഫ്റ്റർ ദ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്, പെന്തിക്കോസ്തി നാളിന് ശേഷം കർത്താവിൻ്റെ ഈ അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ എവിടെയൊക്കെ കടന്നു പോയിട്ടുണ്ടോ, ഏതൊക്കെ ലോകത്തിൻ്റെ ഏതൊക്കെ ഏരിയകളിൽ, ഏതൊക്കെ രാജ്യങ്ങളിൽ, ഏതൊക്കെ സ്ഥലങ്ങളിൽ അവർ കടന്നു പോയിട്ടുണ്ടോ, അവിടെയൊക്കെയും ദൈവ മഹത്വം വെളിപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We know wherever the disciples went, people see presence of God through them with power and convictions. Why? Because God was dwelling in them. People were liberated from sin and sickness. Demons were scared to face them. They were ordinary people before, but now they carry Christ in them. Praise God. ഒന്ന് ഓർത്തു നോക്കിക്കേ, അവർ കടന്നു പോയിടത്ത് പാപവും രോഗവും അവർക്ക് വഴിമാറി നിന്നു. അവർ കടന്നു പോയിടത്ത് ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി. അവർ കടന്നു പോയിടത്ത് ഭൂതവും പ്രേത പിശാചുക്കളും അലറിക്കൊണ്ടോടി. അവർ കടന്നു പോയിടത്ത് ജനം വിടുവിക്കപ്പെട്ടു. സ്വർഗത്തിന്റെ വകയായി ജനം മാറി. കാരണം എന്തെന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അവരിൽ വസിച്ചിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നാം കടന്നു പോകുന്നിടത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല? നാം സ്വയം ഒന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നാം ഒന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിൽ നമ്മളിൽ നിക്ഷേപമുണ്ടോ? ക്രിസ്തു എന്ന നിക്ഷേപം നമ്മളിലുണ്ടോ? അതോ ഈ ലോകത്തിൽ മറ്റു പലതുമാണോ നമ്മുടെ നിക്ഷേപം? മറ്റു പലതിനും വേണ്ടിയാണോ നമ്മുടെ പ്രയത്നം നാം ചെലവഴിക്കുന്നത്? മറ്റു പലതുമാണോ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത്? ഞാൻ വെറും ഒരു മൺപാത്രം മാത്രമാ, ഉടയവന്റെ കയ്യിലിരിക്കുന്ന ഒരു മൺപാത്രം. തൻ്റെ ഇഷ്ടം പോലെ എന്നെ മെനഞ്ഞ്, തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കുവാൻ, തനിക്ക് ഇഷ്ടമുള്ളതിനെ നിറയ്ക്കുവാൻ, മറ്റുള്ളവർക്ക് ഫീഡ് ചെയ്യുവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാൻ സേവനാത്മകമായിരിക്കുന്ന ഒരു മൺപാത്രമാണ് ഞാനെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ. സഹോദര സഹോദരി, ഈ മൺപാത്രം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി തീരണം. ക്രിസ്തുവിനിൽ വസിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം ഇടയാകണം. അതൊരു മൺപാത്രത്തിന് മാത്രമേ അത് കഴിയൂ. മൺപാത്രത്തിൽ മാത്രമേ ആ നിക്ഷേപം വിസിബിളായിട്ട് വരികയുള്ളൂ, നിക്ഷേപം വെളിപ്പെട്ടു വരികയുള്ളൂ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. മൂന്നാമത് പറയുവാനുള്ളത് ദ ഇൻഡ്വെല്ലിംഗ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒന്ന് നമ്മൾ കേട്ടു, കർത്താവിൻ്റെ സുവിശേഷം. രണ്ട്, കർത്താവ് തന്നെ നമ്മളിൽ വസിക്കുന്നു. മൂന്ന്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുന്നു, Don't you know that your bodies are the temples of the Holy Spirit who is in you, whom you have received from God. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ?
ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, നമ്മൾ കർത്താവിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരുപോലെ വസിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ അവൻ വന്ന് വാസം ചെയ്യുകയാണ്. ഞാൻ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഇടമാണ്. ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് എപ്പോഴും സ്തുതി സ്തോത്രം ഉയർന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് ഒരു യാഗപീഠമാണ്. അനുദിനം യാഗമർപ്പിക്കുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ മന്ദിരം. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാകുമ്പോൾ ഈ മന്ദിരത്തിന്റെ മേൽ ഞാൻ എന്നെ തന്നെ അനുനിമിഷം യാഗമർപ്പിച്ചു കൊണ്ടിരിക്കുക. എന്നെ തന്നെ ദൈവത്തിന് സുഗന്ധയാഗമായി എൻ്റെ ഇച്ഛകളെ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ മോഹങ്ങളെ, എൻ്റെ ഹല്ലേലൂയ ലൗകികമായ സകലത്തെയും, ഹല്ലേലൂയ എനിക്ക് വരുന്ന പ്രലോഭനങ്ങളെയൊക്കെ എന്നെ പൂർണ്ണമായി അവിടുത്തെ ഹല്ലേലൂയ യാഗപീഠത്തിന്റെ മേൽ യാഗമർപ്പിച്ച് ദൈവത്തിന്റെ മന്ദിരമായി ഞാൻ നടക്കും. പ്രൈസ് ഗോഡ്. നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ ആയിരിക്കുന്നു, ഐ ബിസീച്ച് യു ബ്രദറൻ ബൈ ദ മെർസീസ് ഓഫ് ഗോഡ്. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ദേഹം ഒരുപോലെ ഈ യാഗപീഠത്തിന്റെ മേൽ ദൈവത്തിന് സുഗന്ധയാഗമായി സമർപ്പിക്കപ്പെടണം. ഇതാ ഈ മൺകൂടാരം കൊണ്ട്, ഈ മൺപാത്രം കൊണ്ട് ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇനി എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു നാളിൽ ഞാൻ നിങ്ങളും എല്ലാം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ടി വരും. നിത്യമായി ചിലതിനെ കാക്ഷിക്കുവാൻ, നിത്യമായി ഇതിൽ നിലനിൽക്കുന്ന ചില നിക്ഷേപങ്ങളെ കരുതുവാൻ, കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രയോജനമുള്ള ഒരു പാത്രമായി തീരുവാൻ. ഹല്ലേലൂയ. ബലഹീനനാണെങ്കിലും ബലഹീനയാണെങ്കിലും നിന്നെ സ്വർഗം തെരഞ്ഞെടുത്തു. എന്തിന്? നീ ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്ന് ദൈവം കരുതി. ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാൻ പറ്റും, കർത്താവേ എനിക്ക് എന്നെ ഉപയോഗിക്കുവാൻ അങ്ങേക്ക് കഴിയത്തില്ലെന്ന്? കർത്താവ് പറഞ്ഞില്ലേ, ജ്ഞാനികളെയും വിവേകികളെയും മറച്ചാണ് ദൈവം ശിശുക്കൾക്ക് ശ്രേഷ്ഠമേറിയ ഈ അനുഭവത്തെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാൻ പറ്റും എന്നെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുകയില്ലെന്ന്? മുമ്പേ പറഞ്ഞതുപോലെ കർത്താവിനെ ഉപയോഗിക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുന്നതിന്റെ കാരണം, കർത്താവ് പ്രവർത്തിക്കേണ്ടത് നമ്മൾ കയറി പ്രവർത്തിക്കുക, കർത്താവ് സംസാരിക്കേണ്ടത് നമ്മൾ നമ്മുടെ വായെ തുറക്കുക, കർത്താവിന്റെ ബലത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം നമ്മൾ നമ്മുടെ ബലത്തിൽ ആശ്രയിക്കുകയാണ്. കർത്താവിനൊന്ന് വഴി കൊടുത്തേ. നമ്മൾ വെറും ആയുധങ്ങളായി, നമ്മൾ വെറും മൺപാത്രങ്ങളായി, കർത്താവിന് ഉപയോഗിക്കുവാനുള്ള പാത്രങ്ങളായി മാത്രം അവന്റെ സന്നിധിയിൽ നിന്ന് താണിരുന്നേ. അത് ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, അനുദിന ജീവിതത്തിലായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. രാത്രികാലങ്ങളിലും പകൽ സമയങ്ങളിലും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഞാൻ വെറും ഒരു മൺപാത്രം മാത്രമാ കർത്താവേ, അങ്ങയുടെ നിക്ഷേപത്തെ വഹിക്കുന്ന ഒരു മൺപാത്രം. ഈ നിക്ഷേപം എന്നിൽ നിന്ന് പോകാതെ വണ്ണം അവിടുത്തെ ഹല്ലേലൂയ ഈ നിക്ഷേപത്തെ ഹല്ലേലൂയ സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിക്കുവാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ബലഹീനതയിൽ പുകഴുന്ന ദൈവശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇങ്ങനെ കടന്നുപോയവരുടെ മുമ്പിലാണ് അന്ധകാരം മാറിയത്. Darkness left before them. Wherever they had gone, the territory of the devil and the demon shook. The evil authority became powerless and exposed before the mighty work of the Holy Spirit. അങ്ങനെ കടന്നുപോയവരുടെ മുമ്പിൽ അന്ധകാരം വഴിമാറി നിന്നു. ഹല്ലേലൂയ. ദുഷ്ടപിശാചിന്റെയും അവന്റെ ഡീമൺസിന്റെയും അശുദ്ധാത്മാക്കളുടെയും സകല ഭൂതപ്രേത പിശാചുക്കളുടെയും കിങ്ഡംസ്, അവരുടെ ടെറിട്ടറി അവരുടെ മുമ്പിൽ കുരുങ്ങി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർ കടന്നുപോയടത്ത് ഹല്ലേലൂയ ലോകം അവരുടെ മുമ്പിൽ വിറച്ചു നിന്നു. അത് ഈ ലോകത്തിൽ സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. എങ്ങനെ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞാനൊരു മൺപാത്രം മാത്രമാണെന്ന് തിരുസന്നിധി ഏറ്റുപറഞ്ഞ് നമ്മുടെ സ്ഥാനം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ പാദപീഠത്തിൽ ഇരിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ നമ്മളെയും ഉപയോഗിക്കും. കാരണം മഹത്വം അവിടത്തേക്ക് കിട്ടും. എന്നാൽ ഇത്ര നാളും നമ്മൾ കരുതിയിരിക്കുന്നത് നമുക്ക് സന്തോഷമില്ല മൺപാത്രമാണെന്ന് പറയാൻ. നമുക്ക് പറയാൻ നല്ലതാണ്, വല്ല ഗോൾഡൻ വെസലാണെന്ന് വല്ലതും പറയാനാണ് നമുക്ക് വലിയ ആഗ്രഹം. നമ്മൾ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നാണ്.
മറ്റുള്ളവർ നമ്മളെ കരുതണമെന്ന്, മറ്റുള്ളവർ നമുക്ക് സ്ഥാനം തരണമെന്ന്, മറ്റുള്ളവർ നമുക്ക് പേര് തരണമെന്ന്, നമ്മൾ പറയുന്നത് കേട്ട് മറ്റുള്ളവർ കൈയടിക്കണമെന്ന്, മറ്റാരും നമ്മുടെ മുമ്പിൽ ഒഫൻഡഡ് ആവരുതെന്ന്, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വി ഫീൽ ദാറ്റ് വി ആർ സംതിങ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടാത്തത്. എന്നാൽ ഇവിടെ അപ്പോസ്തലനെ നോക്കിയേ, തന്റെ മുമ്പിൽ ഇരുന്ന് കേൾക്കുന്നവരാരാണെന്ന് അവൻ ശ്രദ്ധിച്ചില്ല. അവർക്കത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അവൻ ശ്രദ്ധിച്ചില്ല. അവന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ആ ഭാരം, ദൈവം അവന്റെ ഹൃദയത്തിൽ കൊടുത്ത ആ ദാഹം, ആ വേദന അവൻ അതുപോലെ ദൈവജനത്തിന്റെ മുമ്പിൽ ഷെയർ ചെയ്തു. അനേകർ അവരെ വെറുത്തു, അനേകർ അവനെ ഒറ്റപ്പെടുത്തി. അനേക ഇടങ്ങളിൽ പൗലോസിന് ഏകനായി യാത്ര ചെയ്യേണ്ടി വന്നു. അവന്റെ കൂടെ നിന്നവർ അവനെ വിട്ടുപോയി. പലരും അവനെ തെറ്റിദ്ധരിച്ചു, ദൈവസഭ പോലും അവനെ തെറ്റിദ്ധരിച്ചു. എങ്കിലും പൗലോസ് പതറിയില്ല. കാരണം അവനറിയാം താൻ അത്യുന്നതനായ ദൈവത്തിന്റെ കയ്യിലൊരു മൺപാത്രം മാത്രമാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇത് നീയും ഞാനും തിരിച്ചറിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, നാം തുടങ്ങിയ വഴി നമുക്ക് ദൈവമഹത്വത്തിന് വേണ്ടി അവസാനിപ്പിക്കാൻ പറ്റും. അതല്ല എങ്കിൽ നാം സ്വയം പുകഴ്ന്ന് ഹല്ലേലൂയ നാം ഏതോ വലിയൊരു സംഭവമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കുക, നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക, നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ഹല്ലേലൂയ ദൈവമഹത്വം നമ്മളിൽ വെളിപ്പെടത്തില്ല, ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടത്തില്ല. ആ സെഷനിൻ്റെ ലാസ്റ്റ് പോയിന്റ് ഞാൻ പറയട്ടെ. വി ഹാവ് ദ റിസറക്ഷൻ ആൻഡ് ഇറ്റേണൽ ലൈഫ് ഇൻ അസ്. ഒന്ന് നമ്മൾ കേട്ടു, നമ്മളിൽ സ്വർഗത്തിൻ്റെ രക്ഷാകരമായ സുവിശേഷത്തെ നിക്ഷേപിച്ചിരിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കാൻ. രണ്ട്, ക്രിസ്തു എന്ന് പറയുന്ന ശ്രേഷ്ഠമേറിയ മർമ്മമാകുന്ന നിക്ഷേപത്തെ സ്വർഗം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുക. മൂന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കി നമ്മളെ മാറ്റിയിരിക്കുക. ഓർക്കണമേ, നമ്മൾ മൺപാത്രമാണ്, ഇതിനൊന്നും യോഗ്യതയില്ലാത്ത പാത്രമാണ്. എന്നാൽ കർത്താവ് സ്വർഗീയമായ നിക്ഷേപത്തെ നമ്മളിലേക്ക് തന്നിരിക്കുക. ഇവിടെ നാലാമത് നമ്മൾ കേൾക്കുന്നതെന്നറിയാമോ? വി ഹാവ് ദ റിസറക്ഷൻ ആൻഡ് ഇറ്റേണൽ ലൈഫ്. പുനരുത്ഥാന ശക്തിയാൽ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിത്യജീവൻ നമ്മളിൽ സ്വർഗം പകർന്നിരിക്കുക. നിത്യജീവൻ എന്നിലുണ്ട്, നിത്യജീവൻ എന്നിലുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 1 John chapter 5 verse 13. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. പ്രൈസ് ഗോഡ്. These things I have written to you who believe in the name of the Son of God, so that you may know that you have eternal life. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ശ്രേഷ്ഠമേറിയ നിത്യജീവനെ, ശ്രേഷ്ഠമേറിയ നിക്ഷേപത്തെ സ്വർഗം നമുക്ക് തന്നിരിക്കുക. We are the people with eternal life. We are not ordinary people. We are chosen by the Almighty God to be His children. We are the co-heirs of Christ in eternal inheritance. കർത്താവിനോട് കൂടെ നിത്യമായ നിക്ഷേപത്തിന്റെ കൂട്ടവകാശികളാണ്. നമുക്കറിയാം, ഹല്ലേലൂയ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. റോമാലേഖനം 15-ാം അധ്യായത്തിൽ 8-15 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയൊക്കെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളെന്ന് നമ്മൾ വായിക്കുന്നു. സ്വർഗീയ നിക്ഷേപത്തിന്റെ കൂട്ടവകാശികളാ. അത്യുന്നതനായ ദൈവത്തിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ മക്കളാക്കി സ്വർഗം നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുക. അവന്റെ ജീവനെ നമ്മളിലേക്ക് പകർന്നിരിക്കുക. ആ സ്വർഗീയ നിക്ഷേപവുമായിട്ട് നമ്മൾ കടന്നു പോവുകയാ. നമ്മൾ പോകുന്നിടത്തൊക്കെയും സോ ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ബട്ട് ഡോണ്ട് trade your spiritual birthright for a bowl of soup like Esau did. യേശാവ് ചെയ്തതുപോലെ ഒരു ബോൾ സൂപ്പിന് വേണ്ടി, ഹല്ലേലൂയ, ഒരു ബോൾ പോറജിന് വേണ്ടി ദൈവം നിനക്ക് തന്ന സ്പിരിച്വൽ ബർത്ത് റൈറ്റ്, ക്രിസ്തുവിനോടുകൂടെ ദൈവമകനായി മകളായി നീ ജനിച്ചുവെങ്കിൽ നിന്റെ ബർത്ത് റൈറ്റ്, നിന്റെ ജന്മാവകാശം ഒരു ബോൾ സൂപ്പിന് വേണ്ടി യേശാവിനെ പോലെ നീ വിട്ടുകളയരുത്. ഈ ലോകത്തിന്റെ ക്ഷണികമായ സുഖത്തിന് വേണ്ടി, ഈ ലോകത്തിലെ താല്പര്യത്തിന് വേണ്ടി അതിലെ സ്വർഗം തന്നിരിക്കുന്ന നിക്ഷേപത്തെ നീ ട്രേഡ് ഇൻ ചെയ്യരുത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഡോണ്ട് ഫോർഫിറ്റ് യുവർ ഇറ്റേണൽ ഡെസ്റ്റിനി ഫോർ ദ പ്ലഷർ ഓഫ് യുവർ ഫ്ലഷ് ലൈക്ക് സാംസൺ ഡിഡ്. സിംശോൻ ചെയ്തതുപോലെ, സാംസൺ ചെയ്തതുപോലെ ജഡീക സുഖത്തിന് വേണ്ടി സ്വർഗം നിനക്ക് തന്നിരിക്കുന്ന സ്പിരിച്വൽ ഡെസ്റ്റിനിയെ നീ ഫോർഫിറ്റ് ചെയ്യരുത്, പണയം വെക്കരുത്. അതിന് ജഡത്തിന്റെ സുഖത്തിന് വേണ്ടി, ഒരല്പനിമിഷത്തിലെ സുഖത്തിന് വേണ്ടി, ഒരല്പനിമിഷത്തിലെ താല്പര്യത്തിന് വേണ്ടി, ഒരല്പനിമിഷത്തിലെ ജഡീക സന്തോഷത്തിന് വേണ്ടി ഹല്ലേലൂയ, സ്വർഗം നിനക്ക് തന്നിരിക്കുന്ന ഇറ്റേണൽ ഡെസ്റ്റിനി, സ്വർഗം നിന്നെ വിളിച്ചിരിക്കുന്ന ഇറ്റേണൽ കോളിംഗ്, നിത്യമായ വിളിയെ, നിത്യമായ സ്വർഗീയമായ അവകാശത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. സാംസൺ ചെയ്തതുപോലെ, ശിംശോൻ ചെയ്തതുപോലെ.
മറന്നു പോകരുത് സഹോദര. ഡോണ്ട് ലൂസ് യുവർ ഇറ്റേണൽ കോളിംഗ് ഫോർ ദ ചീപ്പ് റിവാർഡ് ഓഫ് ദ വേൾഡ് ലൈക്ക് ജൂദാസ് ഡിഡ്. യൂദ ചെയ്തതുപോലെ അതിലെ നിസ്സാരമായ 30 വെള്ളിക്കാശിന് തന്റെ ഗുരുവിനെ അവൻ ഒറ്റിക്കൊടുത്തപ്പോൾ എന്താ അവന് സംഭവിച്ചത്? ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് ശാപഗ്രസ്തനാകുക മാത്രമല്ല, തനിക്ക് ലഭിച്ചിരിക്കുന്ന അപ്പോസ്തലത്വത്തിന്റെ പദവി പോലും 30 വെള്ളിക്കാശിന് വേണ്ടി അവൻ വിറ്റ് കളഞ്ഞു. നമ്മൾ അതുപോലെയാകരുത്. ലോകം തരുന്ന റിവാർഡുകൾ, ലോകം തരുന്ന അംഗീകാരങ്ങൾക്ക് മുമ്പ്, കൂട്ടുകാരുടെ കൈയടിക്കാൻ മുമ്പ്, കൂട്ടുകാരുടെ പ്രോത്സാഹനത്തിന് മുമ്പ് സ്വർഗം നിനക്ക് തന്നിരിക്കുന്ന നിക്ഷേപങ്ങളെ നീ നഷ്ടപ്പെടുത്താതിരിക്കാൻ സൂക്ഷിക്കുക. ഹല്ലേലൂയ. അതിനെ നീ കളയുവാൻ തക്കവണ്ണം സൂക്ഷിക്കുക, കളയാതിരിക്കുവാൻ തക്കവണ്ണം സൂക്ഷിക്കുക. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, യൂദാസ് ഒരിക്കലും അറിഞ്ഞില്ല തന്റെ ജീവിതം എങ്ങനെ അവസാനിക്കുമെന്ന്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ മാറ്റുന്നത് ഈ ലോകമാ. ഈ ലോകത്തിന്റെ ഹാലിലെ മുന്നോട്ടുള്ള ആ ലോകത്തിന്റെ ഗതി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, കൂട്ടുകാരുടെ ജീവിതത്തിലേക്ക് നോക്കി, ചുറ്റുപാടുമുള്ളവരിലേക്ക് നോക്കി, ഈ ലോകത്തിന്റെ മോഹങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വഴികളും സ്ഥാനങ്ങളും മാനങ്ങളും നമ്മളെ മാടി വിളിക്കുമ്പോൾ നാം അറിയാതെ തന്നെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകുക. ദൈവം തന്ന ശ്രേഷ്ഠമേറിയ തേജസ്സിന്റെ വഴി മറന്ന്, കർത്താവ് വിളിച്ച ശ്രേഷ്ഠമേറിയ പദവി, കർത്താവ് വിളിച്ചാക്കി വെച്ച പദവി മറന്ന്, കർത്താവ് തന്ന ഉത്തരവാദിത്തങ്ങളെ മറന്ന് നമ്മൾ പിന്നാലെ പോവുകയാണ്. ഹല്ലേലൂയ. ഡെവിൾ ഈസ് ആഫ്റ്റർ യു. പിശാച് നിന്റെ പിന്നാലെ ഉണ്ട്. കാരണം പിശാച് കണ്ടു നിന്റെ മേൽ സ്വർഗ്ഗം ഒരു നിക്ഷേപം തന്നിരിക്കുന്നതെന്ന്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, കള്ളന്മാര് കയറി കൊള്ളയടിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഓപ്പൺ ആയിട്ട് കിടക്കുന്ന മാർക്കറ്റിൽ ആരും കയറത്തില്ല, ഒരു കള്ളനും കയറത്തില്ല. പക്ഷെ കള്ളന്മാർ നോക്കുന്നത് എവിടെയാണെന്നറിയാമോ? നിക്ഷേപങ്ങൾ ഇരിക്കുന്ന വീട്ടിലേക്ക് നോക്കും. സ്വർണ്ണ പണ്ടങ്ങളൊക്കെ ഇരിക്കുന്ന വീടുകളാണ് അവൻ നോക്കുന്നത്. അവൻ ബാങ്കുകളാണ് കൊള്ളയടിക്കുന്നത്. വലിയ കുബേരന്മാരുടെയും പണക്കാരുടെയും വീടുകളാണ് അവൻ കൊള്ളയടിക്കുന്നത്. കാരണം എന്നറിയാമോ? അതിനകത്ത് കയറിയാൽ അവന് ചിലത് കിട്ടുമെന്നറിയാം. എന്തുകൊണ്ടാണെന്നറിയാമോ പിശാച് നിന്റെ പിന്നാലെ പ്രലോഭനങ്ങളുമായി വരുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ ലോകം നിന്നെ ലോകത്തിലേക്ക് മാടി വിളിക്കുവാൻ സകല വഴികളും ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ കൂട്ടുകാരൻ നിരന്തരം നിന്നെ ചില വഴികളിലേക്ക് വിളിക്കുവാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ ഭാര്യയിലൂടെയും ഭർത്താവിലൂടെയും മക്കളിലൂടെയും നിന്റെ വഴിയെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം പിശാച് ഉപയോഗിക്കുന്നത്? കാരണം നിന്നിൽ ഒരു വലിയ നിക്ഷേപമുണ്ടെന്ന് അവൻ അറിയാം. ഒരു വലിയ നിക്ഷേപമുണ്ടെന്നറിയാം. ഭാര്യയെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഭർത്താവ് ദൈവ വഴി വിട്ടുപോകുന്നു. ഭർത്താവിനെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഭാര്യ ദൈവ വഴി വിട്ടുപോകുന്നു. മക്കളെ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം മാതാപിതാക്കളെ തങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവവിളി മറന്നു പോകുന്നു. കാരണം എന്തെന്നറിയാമോ? പിശാചിന്റെ വലയിൽ നമ്മൾ വീഴുകയാ. എവിടെ? ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണ്, എൻ്റെ കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ടവളാണ്. ഈ ലോക ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളുവെങ്കിലും എൻ്റെ ഭാര്യ എന്നെ തള്ളി പറഞ്ഞാലും, എൻ്റെ ഭർത്താവ് എന്നെ തള്ളി പറഞ്ഞാലും, എന്റെ മക്കൾ എന്നെ തള്ളി പറഞ്ഞാലും, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും. ഇത് പറയാൻ എത്ര പേരുണ്ട്? അവരെ കർത്താവ് ഉപയോഗിക്കും. അവരിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അവർ കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗമുള്ള പാത്രമായി മാറും. അല്ലാത്തവരൊക്കെ പൊത്തുവരുത്ത ക്രിസ്ത്യാനികളെ പോലെ സ്വയതൃപ്തിയോടെ ജീവിക്കും. എന്നാൽ ഈ ലോകം വിടുന്ന നിമിഷം നീ തിരിച്ചറിയും ഹൗ മച്ച് യു ഹാവ് ലോസ്റ്റ് ഓഫ് ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യു. ക്രിസ്തുവിൽ നിന്ന് നിന്നെ പ്രാപിക്കേണ്ടത് എത്രമാത്രം നിനക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നീ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. എന്ന് ഈ ലോകത്തിൽ നീ വേർപെടുന്ന നിമിഷം. അന്ന് നീ മനസ്സിലാക്കും നിന്റെ ശരികളൊക്കെ തെറ്റായിരുന്നു എന്ന്, നിന്റെ ന്യായീകരണങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന്, നിന്റെ വാദഗതികളൊക്കെ തെറ്റായിരുന്നു എന്ന്. കാരണം നീ ക്രിസ്തുവിന് വേണ്ടി ഒരു വിലയും കൊടുത്തില്ലായിരുന്നു എന്ന്. Because you have a big mouth full of God, but you have a heart full of compromise. നമ്മുടെ വായിൽ ക്രിസ്തു ഒത്തിരിയുണ്ട്, നമ്മുടെ വായിൽ പ്രസംഗം ഒത്തിരിയുണ്ട്, നമ്മുടെ വായിൽ പ്രാർത്ഥന ഒത്തിരിയുണ്ട്, നമ്മുടെ വായിൽ ഒത്തിരി സ്തുതികളുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയം കോംപ്രമൈസ്ഡ്. എന്നെ കേൾക്കുന്ന ദൈവമേ, ഓർക്കുക, God is looking for a jar of clay. ദൈവം ഒരു മൺപാത്രത്തെ നോക്കുകയാണ്. ബലഹീനതയുള്ള ഒരു മൺപാത്രത്തെ, അവന്റെ കയ്യിൽ ഒതുങ്ങിക്കൊടുക്കുവാൻ തക്കവണ്ണം താഴ്മയോടെ വരുന്ന ഒരു മൺപാത്രത്തെ. ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മൺപാത്രത്തെ കർത്താവ് നോക്കുകയാണ്. ബലമുള്ള പാത്രത്തെ അവന് വേണ്ട കേട്ടോ, ബലമുള്ള പാത്രത്തെ വേണ്ട. കർത്താവിന് വേണ്ടത് മൺപാത്രത്തെയാ. സഹോദര സഹോദരി, ഹല്ലേലൂയ. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, ഒരു കാര്യം കൂടെ കേൾക്കണമേ, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും. പക്ഷേ കർത്താവ് നമ്മളെ വിശ്വസ്തനെന്ന് എണ്ണത്തില്ല, നമ്മളെ വിശ്വസ്തനെന്ന് എണ്ണത്തില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, നമ്മൾ തെറ്റിലേക്ക് വീണിട്ട് നമുക്ക് പറയാം, ഓ ഞാൻ വീണുപോയി കർത്താവേ, അതങ്ങനെ ആയിപ്പോയി കർത്താവേ, എന്നോട് ക്ഷമിക്കും. കർത്താവ് ഈ കഴിഞ്ഞ നാളിൽ എന്നോട് സംസാരിച്ചതായ വിഷയം.
കർത്താവെ അങ്ങനെ പറ്റിപ്പോയി നാഥാ. കർത്താവ് ക്ഷമിക്കും. പക്ഷെ എന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവ് വിശ്വസ്തനാണെന്ന് നമ്മളെ എണ്ണത്തില്ല. വിശ്വസ്തയാണെന്ന് കർത്താവ് എണ്ണത്തില്ല. കാരണം എന്നറിയാമോ? കർത്താവിന് വ്യക്തമായിട്ടറിയാം, പ്രലോഭനങ്ങൾ വരുമ്പോൾ, പ്രഷർ വരുമ്പോൾ നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്ത് കർത്താവിൻ്റെ അടുത്തുനിന്ന് മാറുമെന്ന്. കർത്താവിൻ്റെ കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുമെന്ന്. ഒരു ചെറിയ പ്രഷർ വന്നാൽ മതി. അത് ഭാര്യയുടെ അടുത്തുനിന്നൊരു പ്രഷർ വന്നാൽ മതി, ഭർത്താവിൻ്റെ അടുത്തുനിന്നൊരു പ്രഷർ വന്നാൽ മതി, അപ്പൻ്റെ അടുത്തുനിന്നൊരു പ്രഷർ വന്നാൽ മതി, നമ്മുടെ മക്കളുടെ ആരുടെയും മുഖമൊന്ന് വീർപ്പിച്ചാൽ മതി, നമ്മൾ വീഴും അവിടെ. അന്നേരം നമ്മൾ കർത്താവിനോടുള്ള ഡ്യൂട്ടിയൊക്കെ നമ്മളങ്ങ് മറക്കും. കർത്താവ് വിളിച്ച വിളിയൊക്കെ ഒരു നിമിഷത്തേക്ക് മറക്കും. കാരണം പിന്നെ നമുക്കൊന്നൊന്ന് കരഞ്ഞാൽ മതിയല്ലോ പ്രാർത്ഥിക്കാൻ. കർത്താവ് ക്ഷമിക്കും. കർത്താവ് നരകത്തിലൊന്നും വിടത്തില്ല കേട്ടോ. പക്ഷേ നിന്നെ വിശ്വസ്തനെന്ന് പിന്നെ കർത്താവ് എണ്ണത്തില്ല. നിന്നെ വിശ്വസ്തയെന്ന് കർത്താവ് എണ്ണത്തില്ല. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് തിങ്. ദ ലോർഡ് സ്പോക്ക് ടു മീ. കർത്താവ് എന്നോട് സംസാരിച്ചത്, അത് കേട്ട് ഞാൻ ഭയന്നത്. എന്നെ കേൾക്കുന്ന ദൈവമേതിരെ കർത്താവിന് വേണ്ടി നിൽക്കണം. ജനം പറയട്ടെ നമ്മൾ ഫനാറ്റിക്സ് ആണെന്ന്, ജനം പറയട്ടെ നമ്മൾ ഹേർസി ആണെന്ന്, ജനം പറയട്ടെ നമ്മൾ റഫ് ആണെന്ന്, ജനം പറയട്ടെ ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അലോങ് വിത്ത് ഹിം, ഗെറ്റ് അലോങ് വിത്ത് ഹെർ എന്ന് പറയട്ടെ. അങ്ങനെ ജനം പറയട്ടെ. അപ്പോസ്തലന്മാരെ കുറിച്ച് അങ്ങനെയാ ജനം പറഞ്ഞത്. കർത്താവിന്റെ ഭക്തന്മാരെ കുറിച്ച് അങ്ങനെയാ ദൈവം പറഞ്ഞത്. കർത്താവിന്റെ ഭക്തന്മാരെ കുറിച്ച് അങ്ങനെയാ ലോകം പറഞ്ഞത്. കർത്താവിന്റെ ഭക്തകളെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാ. ബിക്കോസ് they were alone in their walk, in their pursuit for God. Some people joined them. അങ്ങനെ നിൽക്കാൻ നിനക്ക് കഴിയുമോ? God will bless many people through you. അങ്ങനെ നിൽക്കുവാൻ നിനക്ക് കഴിയുമോ? നീ എത്ര ചെറിയ മൺപാത്രമായാലും, വിദ്യാഭ്യാസമില്ലായിരിക്കാം, ജ്ഞാനമില്ലായിരിക്കാം, ലോകപരിചയമില്ലായിരിക്കാം, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായിരിക്കാം, പക്ഷെ നീ ഒരു മൺപാത്രമാണ്. യു ആർ ജസ്റ്റ് എ ജാർ ഓഫ് ക്ലേ. ഏൽപ്പിച്ചു കൊടുക്ക. വലിയ വലിയ പ്രവൃത്തികൾ നിന്നിലൂടെ ദൈവം ചെയ്യും. നിന്റെ ചെറിയ വാക്കുകളിലൂടെ, നിന്റെ ചെറിയ സാക്ഷ്യങ്ങളിലൂടെ ദൈവം വലിയ പ്രവൃത്തികളെ ചെയ്യും. ഏൽപ്പിച്ചു കൊടുക്ക. ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, നോ മാറ്റർ വാട്ട് കംസ്, എന്ത് വന്നുകൊള്ളട്ടെ, അങ്ങയുടെ നാമത്തിന് വേണ്ടി ഞാൻ നിൽക്കും. അങ്ങനെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നിൽക്കും. ആര് വേണമെങ്കിലും പിരിഞ്ഞു പോകട്ടെ, ആര് വേണമെങ്കിലും എന്നെ വിട്ടുപോകട്ടെ, ഞാൻ എവിടെ ഒറ്റപ്പെടട്ടെ, എന്ത് പീഡനം അനുഭവിക്കേണ്ടി വരട്ടെ, എന്ത് നിന്ന സഹിക്കേണ്ടി വരട്ടെ, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും. കാരണം എനിക്കൊരു ചെറിയ ജീവിതമേ ഉള്ളൂ. എനിക്കൊരു ചെറിയ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിന് കണക്ക് പറയേണ്ടി ഒരു നാളധികം താമസിക്കാതെ എൻ്റെ മുമ്പിൽ വരും. അവിടെ ആരും നമുക്ക് അഡ്വക്കേറ്റായിട്ട് നമുക്ക് വേണ്ടി വാദിക്കുവാൻ ദൈവസന്നിധിയിൽ ഉണ്ടാവില്ല. നമ്മൾ മാത്രം നമ്മുടെ കേസ് പ്ലീഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അടുത്ത 5 മിനിറ്റുള്ളിൽ ദൈവത്തിനെ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. വൈ ഗോഡ് ചൂസ് വീക്ക് വെസൽസ്. നമ്മൾ ആദ്യം കേട്ടു ബലഹീനമായ പാത്രങ്ങളെ ദൈവം ഉപയോഗിക്കുന്നതെന്ന്. എന്തുകൊണ്ട് അവൻ അങ്ങനെ ഉപയോഗിക്കുന്നതെന്നറിയാമോ? അതാ ഈ വാക്യത്തിൻ്റെ 2ാമത്തെ ഭാഗത്ത് നമ്മൾ കേട്ടത്. എന്താണെന്നറിയാമോ? ഈ അത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയോ എന്ന് വരേണ്ടതിന്. ഹല്ലേലൂയ. ഈ ബലഹീനരായ മനുഷ്യരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവർ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവേ, സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല, കർത്താവെ പ്രസംഗിക്കാനുള്ള കഴിവെനിക്കില്ല, പാടാനുള്ള കഴിവെനിക്കില്ല, 4 പേരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് അറിയത്തില്ല, പക്ഷേ എങ്കിലും അങ്ങയുടെ ദയ എന്നെ ഉപയോഗിക്കുന്നല്ലോ. That the excellency of the power of God may be manifested, and it would never belong to us, but it will belong to God. When God uses weak people, pride is crushed, faith is strengthened, God receives the glory. എല്ലാ പ്രൈഡും പോകും കേട്ടോ. മോശയെ ദൈവം ഉപയോഗിച്ചതിൻ്റെ പിന്നിൽ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലായിക്കൊള്ളട്ടെ പുതിയ നിയമത്തിലായിക്കൊള്ളട്ടെ, ദൈവം ഒരാളെ ഉപയോഗിക്കുന്നെങ്കിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, അപ്പോൾ നീ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നവരെയൊക്കെയോ? ഞാനൊരു കാര്യം പറയട്ടെ, അവരിൽ എത്ര പേരെ ദൈവം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ സ്വയം അങ്ങ് ഉപയോഗിക്കപ്പെടുമായിരുന്നോ, ദൈവം അവരെ ഉപയോഗിക്കുമായിരുന്നോ എന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക്. ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് പറയാൻ ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദൈവവചനം പഠിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. അത് മനുഷ്യൻ കാണുന്നതല്ല സ്വർഗം കാണുന്നത്. ഏലിയാവിനെ പോറ്റുവാൻ കാക്കയെ ദൈവം അയച്ചു, സത്യമാ, മറന്നുപോകരുത്. ബിലെയാമിനോട് സംസാരിക്കുവാൻ കഴുതയുടെ വായെ തുറന്നു.
യോനയ്ക്ക് വേണ്ടി ഒരു മത്സ്യത്തെ ഒരുക്കി. പക്ഷെ മത്സ്യം അനുഗ്രഹിക്കപ്പെട്ടില്ല, കാക്ക അനുഗ്രഹിക്കപ്പെട്ടില്ല, കഴുതയ്ക്ക് അഭിഷേകം പ്രാപിക്കാൻ പറ്റിയില്ല. ദൈവം ചിലരെ ഉപയോഗിക്കും ചില സന്ദർഭങ്ങളിൽ, ചിലരുടെ വിടുതലിന് വേണ്ടി. അതിന്റെ അർത്ഥം സ്വർഗം അവരെ അംഗീകരിച്ചു എന്നല്ല. മുമ്പേ കർത്താവിനെ ചുമന്ന കഴുതയെ കുറിച്ച് കേട്ടല്ലോ. കഴുത സ്വർഗത്തിൽ കാണുമോ കർത്താവിനെ ചുമന്നത് കൊണ്ട്? ഇല്ല. കർത്താവ് ഉപയോഗിക്കും ചില വ്യക്തികളെ. അതിന്റെ അർത്ഥം കർത്താവ് അവരുടെ ജീവിതത്തെ അംഗീകരിച്ചു എന്നുള്ളതല്ല. ഹല്ലേലൂയ. മറന്നു പോകരുത്. ഒരാളെ പിന്നാലെ പോകുന്നതിന് മുമ്പ് ദൈവവേദനയെ നീ വചനം പഠിക്കണം. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കണം. ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിന്റെ നാമം മാത്രം പറഞ്ഞാൽ പോരാ. ദൈവത്തിന്റെ തിരുവചനം, വിശ്വസ്തതയെക്കുറിച്ച് പ്രസംഗിക്കണം, വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കണം, പാപത്തിനെതിരെ നിൽക്കുന്ന വചനം കേൾക്കണം. നിന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന ദൈവവചനമായിരിക്കണം. ലോകത്തോട് അടുപ്പിക്കുന്നതും സുഖ സൗകര്യങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നതും ഭൗതിക അനുഗ്രഹങ്ങൾ നിറഞ്ഞൊഴുകുന്നതുമാകരുത്. ഈ ലോകത്തിൽ എത്ര കാലം ഈ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കും? കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് നിത്യതയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാനാ, നിത്യജീവനെക്കുറിച്ച് ലോകത്തോട് പറയാനാ, പാപത്തെക്കുറിച്ച് ഈ ലോകത്തിന് ബോധ്യം വരുത്താനാ ദൈവാത്മാവ് എന്നെയും നിങ്ങളെ ഉപയോഗിക്കുന്നത്. പാപത്തോട് മരണത്തോളം എതിർത്ത് നിൽക്കുവാനാ കർത്താവ് നമ്മളെ വിളിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ ഉപയോഗിച്ചവരും അങ്ങനെ. മോശയെ നമുക്കറിയാം. 40 വർഷക്കാലം മോശയെ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്ന് 40 വർഷക്കാലം മരുഭൂമിയിൽ അവനെ ഉടച്ചു വാർത്തു. അതിനുശേഷമാണ് തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടി മോശയെ ഉപയോഗിച്ചത്. എനിക്ക് സമയമില്ല അതൊക്കെ പറയാൻ, നമുക്ക് എല്ലാവർക്കും അറിയാമത്. ഹല്ലേലൂയ. 40 years in the wilderness Moses was broken. ദാവീദിനെ നോക്കിയേ. ദാവീദിനെ അഭിഷേകം ചെയ്തതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞാണ് ദാവീദ് രാജാവായത്? ഏതാണ്ട് 10 വർഷത്തോളം കഴിഞ്ഞിട്ടായിരുന്നു ദാവീദ് രാജാവായതല്ലേ? ഈ 10 വർഷം എവിടെങ്കിലും ഇരിക്കുകയായിരുന്നു? ഓടുകയായിരുന്നു. കാട്ടിലൂടെ, മലകളിലൂടെ, പാറപ്പിളപ്പുകളിലൂടെ. സ്വന്തം മകൻ പോലും അവനെ കൊല്ലുവാനായിട്ട് ഓടിച്ചു. ശത്രുക്കളുടെ മുമ്പാകെ പിടികൊടുക്കാതെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്ന് ഓർത്തോണം. കരടിയെ കൊന്നവനാ, സിംഹത്തെ കൊന്നവനാ. ഓർക്കണം, ബലശാലിയ, ധൈര്യശാലിയ, ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുന്നവനാ, തൈലക്കൊമ്പവന്റെ മേൽ ഒഴിച്ചവനാ. പക്ഷെ അവൻ ഓടുകയാ. എന്തിന്? ടു ബി ബ്രോക്കൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്, സോ ദാറ്റ് ഗോഡ് ഓൺലി വിൽ ബിക്കം ഹിസ് ട്രസ്റ്റ് ആൻഡ് റെഫ്യൂജ്. ദൈവം മാത്രം അവന്റെ ആശ്രയമായി തീരണം. മറന്നു പോകരുത് സഹോദര സഹോദരി. ഹല്ലേലൂയ. പീറ്റർ വാസ് ബ്രോക്കൺ. പത്രോസിനെ ഉടച്ച് നമുക്ക് മനസ്സിലായല്ലോ. പത്രോസിനെ ഉടച്ചില്ലേ? ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26, മാർക്കോസിന്റെ സുവിശേഷം 14, ലൂക്കോസ് 22, ജോൺ 18, ഇതിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പത്രോസ് തോറ്റത്. ഒന്ന് ഓർത്തു നോക്കിയേ. കർത്താവ് ചില മണിക്കൂറുകൾക്ക് മുമ്പ് അവനോട് പറഞ്ഞതാ, നീ എന്നെ തള്ളിപ്പറയുമെന്ന്. കോഴി കൂന്നതിന് മുമ്പ് തള്ളിപ്പറയുന്നു. ആ നിമിഷമെങ്കിലും അവനെ നിലവിളിച്ച് പറയാമെന്ന്. കർത്താവേ, അങ്ങ് സകലതും അറിയുന്നു, ഞാൻ തള്ളി പറയാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്നാ പറയേണ്ടത്. അതിന് പകരം പത്രോസ് പറഞ്ഞ എന്താണെന്നറിയാമോ? എല്ലാവരും നിന്നെ വിട്ട് ഓടിയാലും ഞാൻ ഓടിപ്പോകത്തില്ല. വീണോ പത്രോസ്? പത്രോസിന്റെ വീഴ്ച അവന്റെ തകർച്ചയിലേക്കല്ല പോയത്, അവനെ പണിയുവാനായി ദൈവം ഉപയോഗിച്ചു. മറന്നു പോകരുത് സഹോദര. പൗലോസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് ഒരു ശൂലം അവന്റെ ശരീരത്തിന് മേൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു. എന്തിന്? ടു ബ്രേക്ക് ഹിം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂല്യം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. എനിക്ക് സമയമില്ല ഭാഗമൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇതൊക്കെ കാണിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഗോഡ് വാണ്ട്സ് ബ്രോക്കൺ വെസൽസ്. ബലഹീനരെ ആ കർത്താവിന് ഉപയോഗിക്കുവാൻ ആവശ്യം. ദൈവസന്നിധിയിൽ താണിരിക്കുന്നവരെയാണ്, സ്വന്തം ശബ്ദം ഉയർത്തുന്നവരെയല്ല. കർത്താവേ, എൻ്റെ നാവ് ഞാൻ അങ്ങ് കേൾപ്പിക്കുക. മനുഷ്യനെ ഭയപ്പെടുവാനല്ല, ലോകത്തെ ഭയപ്പെടുവാനല്ല, അധികാരികളെ ഭയപ്പെടുവാനല്ല. അവിടുന്ന് എവിടെ നിർത്തുന്നുവോ സത്യം മാത്രം പ്രസംഗിക്കുവാൻ, സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുവാൻ, അങ്ങ് ഏൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ സൂക്ഷിക്കുവാൻ. അങ്ങനെയുള്ളവരെയാ കർത്താവ് നോക്കുന്നത്, അങ്ങനെയുള്ളവരെയാ കർത്താവ് വിളിക്കുന്നത്. ഒരു പ്രലോഭനങ്ങൾക്കും കീഴ്പ്പെടാത്തവരെ. ഹല്ലേലൂയ. We need to remain as broken people before God. 2 പത്രോസ് അടുത്ത 3 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പ്രൈസ് ഗാഡ്. ബലഹീനൻ എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് പൗലോസ് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ ബലഹീനനായിരിക്കുമ്പോൾ മാത്രം ആ ക്രിസ്തുവിൻ്റെ ശക്തി അവനിലുള്ളത്.
നമ്മളിൽ എത്ര പേർക്ക് ഈ ആഗ്രഹമുണ്ട്? കർത്താവേ, ഞാൻ ബലഹീനനാകുവാൻ ആഗ്രഹിക്കുന്നു, എപ്പോഴും തിരുസന്നിധിയിൽ താണിരിക്കുവാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് സ്വയം പുകഴണ്ട. ചിലരൊക്കെ പറയത്തില്ലയോ, ഈ കഴിവുകൂടെ എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കർത്താവിനെ ഒന്നുകൂടെ ശുശ്രൂഷിക്കാൻ പറ്റുന്നത്. എന്തിനാ? വേണ്ട. ആ കഴിവ് വന്നു കഴിഞ്ഞാൽ നിന്നിലേക്ക് പ്രൗഡ് വരും, ആ കഴിവ് വന്നു കഴിഞ്ഞാൽ നിന്നിലേക്ക് അഹന്ത വരും. എന്തിന്? വേണ്ട. ഈ കഴിവ് തന്നെ ധാരാളമാണ്. ഇത്രയും പോലും എനിക്ക് കഴിവ് വേണ്ട. കാരണം എങ്കിലേ എനിക്ക് കർത്താവിൻ്റെ സന്നിധി കരയാൻ പറ്റൂ. എല്ലാവരും നമ്മളെ പുച്ഛിക്കുമ്പോൾ നമ്മൾ ബലഹീനനാകുക. കർത്താവേ നന്ദി, അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വന്നിരിക്കാൻ കഴിയുമല്ലോ. എല്ലാവരും നിന്നെ ഇഗ്നോർ ചെയ്യുമ്പോൾ, നിന്നെ വിടക്കം നിന്നുമ്പോൾ, അവരുടേതായിട്ടുള്ള ആ വലിയ ഗ്രൂപ്പിൽ നിന്നെ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവേ നന്ദി അപ്പാ, എനിക്ക് അങ്ങയോടുകൂടെ അടുക്കാൻ പറ്റുമല്ലോ. ഹല്ലേലൂയ. വോക്ക് ഇൻ ഹ്യൂമിലിറ്റി. എങ്ങനെ ഈ നിർമ്മലതയിൽ, ഈ മൺപാത്രത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് നടക്കാൻ പറ്റും? വോക്ക് ഇൻ ഹ്യൂമിലിറ്റി. താഴ്മയോടെ നടക്കുക. ഡിപ്പെൻഡ് ഓൺ ഗോഡ് സ്ട്രെങ്ത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. ഗാർഡ് ദി ട്രഷർ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപത്തെ പൂർണ്ണ ജാഗ്രതയോടെ നീ സൂക്ഷിക്കുക. സ്റ്റേ അവൈലബിൾ. എപ്പോഴും ദൈവസന്നിധിയിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ലഭ്യതയോടുകൂടെ നിൽക്കുക. A simple vessel in God's hand is more powerful than a strong vessel in its own hands. ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു ബലഹീന പാത്രത്തിനാണ് സ്വന്തം കൈകളിലിരിക്കുന്ന ഒരു ശക്തിയുള്ള പാത്രത്തെക്കാൾ ബലം. എൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം എത്ര ബലമുള്ളതായാലും ദൈവസന്നിധിയിൽ അത് ബലഹീനമായി തീരും. എന്നാൽ ദൈവസന്നിധിയിലുള്ള പാത്രം എത്ര ബലഹീനമായാലും അത് ദൈവസന്നിധിയിൽ ബലമുള്ളതായി നിൽക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്നത്തെ രാത്രി കർത്താവ് നമ്മളോട് സംസാരിക്കുക. കർത്താവിൻ്റെ